So, very good morning to one and all. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൽ ഉള്ള എൻവിസ് ഹബ്ബ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എൻവിസ് ഹബ്ബും സംയുക്തമായി ഇന്ന് ലോക കണ്ടൽക്കാടുകളുടെ ദിനം ആഘോഷിക്കുകയാണ്. ഇത് ഇന്ന് ജൂലൈ 26 ലോക കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നതിനൊരു കാരണമുണ്ട്. H.T. നനോട്ട എന്ന് പറയുന്ന പ്രശസ്ത ബൊട്ടാണിസ്റ്റ്, അദ്ദേഹം കണ്ടൽ പരിപാലിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് എക്വഡോറിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ജൂലൈ 26 അദ്ദേഹത്തിന് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണുണ്ടായത്. അതിനുശേഷം കണ്ടൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ ദിനത്തെ ഒരു ലോക കണ്ടൽ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് ഈ വിഷയം സംസാരിക്കാനായി നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ കലീൽ ചൊവ്വ സാറാണ്. പ്രൊഫസർ ഡോക്ടർ KM കലീൽ എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ കലീൽ ചൊവ്വ സാർ എല്ലാവർക്കും അറിയപ്പെടുന്ന ബൊട്ടാണിസ്റ്റാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, ഫോട്ടോഗ്രാഫറാണ്, അതിലുപരി നല്ലൊരു പെയിന്റർ കൂടിയാണ്. അടുത്ത കാലത്തായി നിങ്ങൾ ഫേസ്ബുക്കിലുമൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പെൻസിൽ ഡ്രോയിങ്സ്, വളരെ മനോഹരമായ ഒരുപാട് ബേർഡ്സ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകതയുള്ള അദ്ദേഹം ഒരു ബേർഡ് വാച്ചർ അല്ലെങ്കിൽ ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. കണ്ണൂർ ജില്ലയിലെ ചൊവ്വ എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വീട്. നേരത്തെ സർ സെയ്ദ് കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു, അവിടുത്തെ ബോട്ടണിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പിന്നീട് സ്കൂൾ കേരള എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം സർ സെയ്ദ് കോളേജിലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഡോക്ടർ കലീൽ സാറ് സംസ്ഥാന പരിസ്ഥിതി ആഘാത കമ്മിറ്റിയുടെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്ലാന്റ് സ്പീഷീസും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. റൊട്ടേല കലീലേനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് സ്പീഷീസും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. കണ്ടൽക്കാടുകളെ കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. അതിൽ PhD ഗൈഡ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ശാസ്ത്രാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ തന്നെ ഒരു പ്രോജക്റ്റ് അദ്ദേഹം ഈ കണ്ടൽക്കാടുമായി ബന്ധപ്പെട്ടിട്ട് ഇവാലുവേഷൻ ഓഫ് കണ്ണൂരിലെ കണ്ടലിന്റെ ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ കണ്ടൽ ദിനം ആചരിക്കുന്നതിന് വളരെ ഉത്തമനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രസന്റേഷന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സംസ്ഥാന ശാസ്ത്രാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും അതുപോലെ എൻവിസ് ഹബിന്റെയും സ്വാഗതം നേരുകയാണ്. ഓവർ ടു കലീൽ സാർ. വളരെ നന്ദി ഡോക്ടർ ഹരിനാരായൺ സാർ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സാരഥികളെ, അതുപോലെ അതിന്റെ കുടുംബാംഗങ്ങളെ, മറ്റ് വിദ്യാർത്ഥികളെ, അധ്യാപകരെ. ഡോക്ടർ ഹരിനാരായണൻ വളരെ വ്യക്തമായി ഇന്നത്തെ ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വിഷയം മാംഗ്രൂവ്സ് ഓഫ് കേരള എന്നതാണ്. കണ്ടൽക്കാടുകളെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഈ കണ്ടൽക്കാടുകൾ നമുക്ക് തരുന്ന സേവനങ്ങളെക്കുറിച്ചും അത് നിലനിർത്തേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ചും നമുക്ക് വേണ്ടത്ര അവബോധം എല്ലാവരിലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനസ്സിലാക്കുന്ന ആളുകളുണ്ടെങ്കിലും പലരുടെയും ഇടയിൽ ഇതൊക്കെ ഒരു വേസ്റ്റ് ലാൻഡ് ആണ് എന്നുള്ള ചിന്തയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ അവസ്ഥയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ തീരദേശത്തിന്റെയും തീരദേശവാസികളുടെയും ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് മാംഗ്രൂവ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മാംഗ്രൂവ് എന്ന് പറയുന്ന വാക്ക് തന്നെ മാങ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ്. രണ്ടാമത്തേത് റോവ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ മാംഗ്രൂവിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് ഒരു ഹാലോഫൈറ്റിക് അഡാപ്റ്റേഷൻ ഉള്ള സസ്യങ്ങളെയാണ് മാംഗ്രൂവ്സ് എന്ന് വിളിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും.
ആലോഫൈറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ, ഉപ്പുവെള്ളത്തിൽ വളരാൻ സാധിക്കുന്ന സസ്യങ്ങളെയാണ് ഹാലോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ മാംഗ്രൂവ്സിൽ വ്യത്യസ്തമായ ചെടികളുണ്ട്. ഒരു പ്രത്യേക സ്പീഷീസിന്റെ പേരല്ല മാംഗ്രൂവ്. പലതരം ചെടികൾ ചേർന്നിട്ടുള്ളതാണ് മാംഗ്രൂവ് എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. അവയ്ക്കുള്ള ഒരു പ്രത്യേകത ടാക്സോണമിക്കലി ഡൈവേഴ്സ് ആണ് എന്ന് പറയാം. പല സ്പീഷീസുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏതാണ്ട് 18ഓളം സ്പീഷീസുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ പല സ്പീഷീസുകളുണ്ട്. സോൾട്ട് ടോളറന്റ് ആണ്. ഉപ്പുവെള്ളത്തിൽ മാത്രമേ വളരൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല ഘട്ടങ്ങളിലും ഈ മാംഗ്രൂവ്സിനെ ഉപ്പില്ലാത്ത സ്ഥലത്ത് വളർത്താനുള്ള ഒരു ശ്രമം ഗവേഷകർ നടത്തിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും വളരെ ബുദ്ധിമുട്ടിയാൽ 1-2 വർഷമല്ലാതെ അതിൽ കൂടുതൽ ഈ സസ്യങ്ങൾക്ക് ഉപ്പില്ലാത്ത സ്ഥലത്ത് വളരാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് സോൾട്ടിലാണ് ഈ മാംഗ്രൂവ്സ്, പ്രത്യേകിച്ച് ട്രൂ മാംഗ്രൂവ്സ് എന്ന് നമ്മൾ പറയുന്നതെല്ലാം ഉപ്പുവെള്ളം അല്ലെങ്കിൽ ഒരു വെള്ളം ഇറങ്ങുകയും ചെയ്യുക ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പറയാനുള്ളത് എവർഗ്രീൻ ആണ്. ഒരിക്കലും ഇലപൊഴിക്കുന്ന കാടുകളല്ല, നിത്യഹരിതവനമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ. വുഡി വെജിറ്റേഷൻ, നല്ല കാതലുള്ള നല്ല തടിയുണ്ടാകുന്ന സസ്യങ്ങളാണ്, മരങ്ങളാണ്. ശരിക്കും മരം എന്ന് തന്നെ, ട്രീസ് എന്ന് തന്നെ വിളിക്കാവുന്നതാണ് കണ്ടൽക്കാടുകൾ. നമുക്ക് ഇതിന്റെ ചില അഡാപ്റ്റേഷൻസ് നോക്കാം. ഒന്നാമതായിട്ട് ഇതിന് വിവിപാരസ് ജെർമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക റീപ്രൊഡക്റ്റീവ് അഡാപ്റ്റേഷൻ ഇതിൽ കാണാൻ കഴിയും. ചിത്രത്തിൽ കാണുന്നത് പോലെ അതിന്റെ ചെടിയുടെ റൈസോഫോറേസി വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളിൽ പ്രത്യേകിച്ചും ഇത് കാണപ്പെടുന്നുണ്ട്. അതിന്റെ മുകളിൽ വെച്ച് തന്നെ വിത്ത് മുളച്ച് ആ വിത്തിന്റെ വേരായി മാറേണ്ടുന്ന ഭാഗമാണ് നീളത്തിൽ താഴത്തേക്ക് വളരുന്നത്. അതിന്റെ മേലെ കാണുന്നത് അത് പിന്നീട് അതിന്റെ ഷൂട്ടായിട്ട് വരേണ്ടതാണ്. അപ്പൊ റാഡിക്കളും പ്ലിമ്യൂളും ചേർന്നിട്ട് ആ സസ്യത്തിന്റെ മുകളിൽ വെച്ച് തന്നെ വളർന്നതിന് ശേഷം ഒരു പ്രത്യേക സമയം എത്തുമ്പോഴാണ് ഇത് താഴേക്ക് വീഴുന്നത്. അപ്പൊ താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഈ സൂചി പോലെ കൂർത്തിരിക്കുന്ന അറ്റമുള്ള ഇതിന്റെ ഈ വേരുകൾ ചെളിയിൽ ശരിക്കും ആഴത്തിലേക്ക് പതിക്കുകയും അവിടെ വെച്ച് അത് വളർന്ന് പുതിയ ചെടിയായി മാറുകയും ചെയ്യും. അപ്പൊ ഇതിനെ വിവിപാരസ് ജെർമിനേഷൻ എന്ന് പറയുന്നത് ഒരു തരം വിവിപാരസ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പോ ആ മരത്തിന്റെ മുകളിൽ വെച്ച് തന്നെ കുഞ്ഞ് വളർന്നതിന് ശേഷം പുറത്തേക്ക് വീഴുന്നത് കൊണ്ടാണ് ഇതിനെ വിവിപാരസ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകതയുള്ളത് ന്യൂമറ്റോഫോസ് ഉണ്ട് എന്നുള്ളതാണ്. ന്യൂമറ്റോഫോസ് എന്ന് പറഞ്ഞാൽ ശ്വസന വേരുകൾ. വിസീനിയ പോലെയുള്ള ചെടികൾക്കും അതുപോലെ നമ്മുടെ ഈ ചക്രക്കണ്ടൽ എന്ന് പറയുന്ന സൊണറേഷ്യ എന്ന് പറയുന്ന ചെടിയിലും നമുക്ക് ഇഷ്ടം പോലെ ന്യൂമറ്റോഫോസ് കാണാൻ സാധിക്കും. ന്യൂമറ്റോഫോസിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് ധാരാളം സുഷിരങ്ങൾ ഉണ്ടാകും. ഈ സുഷിരങ്ങളിലൂടെ ചെടികൾക്ക് ശ്വസന പ്രക്രിയ കൃത്യമായി നടത്താൻ സാധിക്കും. കാരണം മണ്ണിനടിയിൽ ചെളിയിലാണ് ഇതിന്റെ വേരുള്ളത്. അപ്പൊ അവിടെ വായു സഞ്ചാരം തീരെ ഉണ്ടാകുകയില്ല. കാരണം നമുക്കറിയാലോ, വെള്ളമാണ്, ചതുപ്പാണ്, ചതുപ്പിനകത്ത് വായു കിട്ടുകയില്ല. അപ്പൊ വായുവിന് വേണ്ടി ഇതിന്റെ വേര് പുറത്തോട്ടേക്ക് വരികയും അതിന് വേണ്ടുന്ന ശ്വസന പ്രക്രിയകൾ നടത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മൂന്നാമതായി സാൾട്ട് എക്സ്ക്രീഷൻ ആണ് ഒരു അഡാപ്റ്റേഷൻ. അതായത് ഒരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ. കാരണം ഇതിന് വേണ്ടുന്ന ഗ്ലാൻഡുകൾ ഇലകളിലുണ്ട്. സാൾട്ട് എക്സ്ക്രീഷൻ ഗ്ലാൻഡ്സ് കാണാൻ സാധിക്കും. ഗ്ലാൻഡിന്റെ സഹായത്തോടെ അധികമായി വരുന്ന ഉപ്പിനെയൊക്കെ പുറത്തേക്ക് തള്ളും. അങ്ങനെയാണ് ചെടികൾക്ക് അതിജീവനം സാധിക്കുന്നത്. ഉപ്പ് കൂടിയാൽ നമുക്കറിയാം പ്ലാസ്മോലിസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എല്ലാ സെല്ലുകളിലും നടക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇത്തരത്തിൽ ഉപ്പിനെ പുറന്തള്ളുന്നത് കൊണ്ട് പ്ലാസ്മോലൈസ്ഡ് ആവാതെ നിൽക്കുന്നു. പ്ലാസ്മോലിസിസ് മൂലമാണ്
പലപ്പോഴും ചെടികൾ നശിച്ചു ഉണങ്ങിപ്പോകും. നമ്മളിപ്പോ ഉപ്പുവെള്ളം ഏതെങ്കിലും ഒരു ചെടിയുടെ വേരിൽ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ചെടി ഉടനെ ഉണങ്ങിപ്പോകും. അതിന് കാരണം അവിടെ പ്ലാസ്മോലിസിസ്, എക്സോസ്മോസിസ് ഒക്കെ നടക്കുന്നത് കൊണ്ടാണ്. ഇവിടെ അത് നടക്കുന്നില്ല. ഉപ്പിനെ ആ രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ചെടികൾക്ക് അകത്ത് തന്നെയുണ്ട്. ഇനി നമുക്ക് പൊതുവായിട്ട് ഈ മാംഗ്രൂവ്സിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും മാംഗ്രൂവ്സ് നൽകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ തുടക്കത്തിൽ നിന്ന് മേലെ നിന്ന് തുടങ്ങുകയാണ്. ന്യൂട്രിയൻ സപ്ലൈ ഏറ്റവും മേലെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ ധാരാളം സപ്ലൈ ചെയ്യുന്ന ഒരു പ്രദേശമായിരിക്കും കണ്ടൽ വനങ്ങളുള്ള പ്രദേശങ്ങൾ. കാരണം കണ്ടൽ വനങ്ങളുടെ താഴെ മണ്ണിൽ തന്നെ പലതരത്തിലുള്ള ജീവജാലങ്ങളും അതിന്റെ മരണം സംഭവിക്കുകയും അല്ലെങ്കിൽ അത് വീഴുകയും അങ്ങനെ അഴുകി ദ്രവിച്ച് അതിൽ നിന്ന് ധാരാളം പോഷകങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ പോഷകങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ ഇഷ്ടം പോലെ ജൈവ വൈവിധ്യം ഉണ്ടാവാൻ കാരണം. പലതരത്തിലുള്ള മത്സ്യങ്ങൾ അവിടെ വരുന്നു, പ്രജനനം നടത്തുന്നു. കക്കകൾ, ഞണ്ടുകൾ തുടങ്ങിയിട്ട് ചെമ്മീനുകളൊക്കെ ഇവിടെ ഈ പ്രദേശത്ത് വളരെ സുലഭമായി കാണുന്നതിന്റെ ഒരു കാരണം അതാണ്. ഇത്തരത്തിലുള്ള ഈ ജീവികളുടെ ആവാസ സ്ഥാനം എന്നുള്ള നിലക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മേഖലയാണ് കണ്ടൽ വനം. ഫുഡ് ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ചേർത്തുകൊണ്ട് തന്നെ പറയാം. ധാരാളം ജീവജാലങ്ങൾക്കുള്ള ഫുഡ്, ഈ ന്യൂട്രിയൻസ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അത് ഫുഡായി മാറുകയും ആ ഫുഡ് കഴിക്കാനായിട്ട് ജീവികൾ ഇതിന്റെ പ്രദേശങ്ങളിൽ എത്തുകയും ചെയ്യും. കൂടാതെ ഇതിൽ നിന്ന് തന്നെയുള്ള നേരത്തെ കാണിച്ചിട്ടുള്ള കായ ഉണ്ടല്ലോ, കായ എന്ന് നമുക്ക് പറയില്ല, അത് ജെർമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ആ ഭാഗത്തും അതിന്റെ ആ ഒരു റാഡിക്കൽ പോർഷനും മനുഷ്യരടക്കം അത് കഴിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതൊരു ഫുഡായിട്ട് ലഭ്യമായിരുന്നു. പിന്നെ ഫോഡർ ഉണ്ടാകും. ഇപ്പോ നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിൽ തന്നെ ചില പ്രദേശങ്ങളിൽ അതിരാവിലെ പോയി കഴിഞ്ഞാൽ, കണ്ടൽക്കാടുകളുള്ള പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടലിന്റെ ഇലകൾ വെട്ടിയെടുക്കുന്ന, പറിച്ചെടുക്കുന്ന ആളുകളെ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് സ്ത്രീകൾ ധാരാളമായിട്ട് വല്ലവുമായി വന്ന് ഈ വല്ലത്തിൽ നിറയെ ഈ കണ്ടലിന്റെ ഇലകൾ ശേഖരിച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന, ചുമടായി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണാം. അവര് എവിടത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ചോദിച്ചാൽ ശരിക്കും അവരുടെ വീട്ടിൽ വളർത്തുന്ന പശുക്കൾക്കുള്ള തീറ്റയായിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പൊ കാലികൾക്കുള്ള കാലിത്തീറ്റയായിട്ട് ഇതിന്റെ ഇലകൾ ഉപയോഗിക്കുന്നു. അത്തരം കാലികളിൽ പാലിന്റെ അളവ് കൂടുന്നതായിട്ടും പാലിന്റെ ഗുണമേന്മ വർദ്ധിക്കുന്നതായിട്ടും പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ടിമ്പറാണ്. ടിമ്പർ എന്ന് പറഞ്ഞാൽ നല്ല മരമാണ്, നല്ല ശക്തിയുള്ള മരമാണ്. ഉപ്പിനെ പോലും അതിജീവിക്കാൻ കഴിവുള്ള തടിയാണ് അതിനുള്ളത്. അപ്പൊ ആ തടി പല കാര്യം, ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, പലതരത്തിലുള്ള ബോട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, ഉരു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ തടി വളരെയേറെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു തടിയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നതുകൊണ്ട് വാണിജ്യ പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കും കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അതിന്റെ ഗർത്ത്, അതിന്റെ സ്റ്റെമ്മിന്റെ ഗർത്ത് കുറവാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ തന്നെ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 1 മീറ്ററിലധികം ഗർത്തുള്ള അബിസീനിയ കണ്ടിട്ടുണ്ട്. അബിസീനിയ, ഉപ്പൂറ്റി എന്ന് പറയുന്ന മരം. അതുപോലെ എക്സിക്കാരിയ അഗല്ലോച്ചയുടെ വലിയ വലിയ മരങ്ങൾ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഗേർത്ത് ഉള്ള മരങ്ങൾ ആണ് ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ ഉള്ളത് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫ്യൂവൽ വുഡ്, നേരത്തെ നമുക്ക് ഈ കുക്കിംഗ് ഗ്യാസ് ഒന്നും കിട്ടാതിരുന്ന ഒരു കാലത്ത് എല്ലാവരും ആശ്രയിച്ചിരുന്നത് വിറക്, വീട്ടില് പാചകം ചെയ്യാൻ വിറകാണ് ഉപയോഗിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള വിറകിന് വേണ്ടി അക്കാലത്ത് കണ്ടൽക്കാട് ഇഷ്ടംപോലെ ഉപയോഗിച്ചു. ഇപ്പോഴും ഈ തീരദേശത്ത് വസിക്കുന്ന ആളുകൾ ഇതിനെ അവരുടെ വീട്ടിലെ പാചകങ്ങൾക്കും മറ്റും ഉപയോഗിക്കാറുണ്ട്. നെസ്റ്റിംഗ് ആൻഡ് ബ്രീഡിംഗ് സൈറ്റ് ആണ്. നെസ്റ്റിംഗ് ബ്രീഡിംഗ് സൈറ്റ് എന്ന് പറയുന്നത് പക്ഷികളെയാണ് ഉദ്ദേശിക്കുന്നത്. ധാരാളം പക്ഷികൾ ഈ പ്രദേശത്ത് വരുന്നുണ്ട്. ചില പക്ഷികളൊക്കെ ഇതിന്റെ മേലെ തന്നെ കൂട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊക്ക് വർഗത്തിൽ പെടുന്ന പക്ഷികളൊക്കെ ഇതിന്റെ മേലെ കൂട് വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു കൂട് കണ്ടെത്തിയത് ഗ്രേ ഹെറോൺ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. നമ്മുടെ ചാരമുണ്ടി എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. ചാരമുണ്ടിയുടെ കൂട് ആദ്യമായിട്ട് കേരളത്തിൽ കണ്ടെത്തിയത് തലശ്ശേരിയിലുള്ള ഒരു കണ്ടൽ കാട്ടിലാണ്. കണ്ടലിന്റെ മേലെയാണ് കൂട് വെച്ചിരുന്നത്. അപ്പോ അത്തരത്തിൽ
വളരെ പ്രാധാന്യം അറിയിക്കുന്നു. പലതരം പക്ഷികൾക്കും കൂട് വെക്കാനുള്ള സ്ഥലമാണ്, അതിന്റെ ബ്രീഡിംഗ് സൈറ്റ് ആണ്. പിന്നെ വവ്വാലുകളൊക്കെ ഇഷ്ടംപോലെ ചേക്കേറുന്ന ഒരു സ്ഥലമാണ്. അത്തരത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് കണ്ടൽക്കാട്. മറ്റൊന്ന് നഴ്സറി ഗ്രൗണ്ട് എന്ന് പറയുന്നത് പലതരം മത്സ്യങ്ങളുടെയും പ്രജനന കേന്ദ്രവും, പ്രജനനം നിർവഹിച്ചതിന് ശേഷം ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതും ഈ കണ്ടലിന്റെ വേരുകൾക്കിടയിലുള്ള പ്രദേശത്താണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സൂക്ഷ്മ മൂലകങ്ങൾ അടക്കം അവിടെ ഇഷ്ടം പോലെ ലഭ്യമാണ്. അപ്പോ കുഞ്ഞുങ്ങളൊക്കെ അവിടെ വളർന്നു വലുതായ ശേഷമായിരിക്കും തിരിച്ച് കടലിലേക്ക് പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളെ മിക്ക മത്സ്യങ്ങളും ഇത്തരത്തിലുള്ള കണ്ടലുള്ള പ്രദേശത്തിലേക്ക് വരികയും അവിടെ മുട്ടയിടുകയും, മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ തിരിച്ച് കടലിലേക്ക് 200-ലധികം മത്സ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ലാൻഡ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടലിന് പലതരം വേരുകളുണ്ട്. മുട്ടുവേര്, തായ് വേര്, ശ്വസന വേര്, അങ്ങനെ പലതരം വേരുകൾ. ഈ വേരുകളൊക്കെ അതായത് പ്രോപ്പ് റൂട്ട്, സ്റ്റിൽ റൂട്ട്, ന്യൂബറ്റോഫോസ്, അങ്ങനെ കേബിൾ റൂട്ട്, പലതരത്തിലുള്ള വേരുകളാണ് ഇതെല്ലാം. ഈ വേരുകളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്, കെട്ടുപിടഞ്ഞ് കിടക്കുകയാണ്. കിടക്കുന്നത് കൊണ്ട് ഈ ഒരു തരി മണ്ണ് പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ നമ്മുടെ തീരത്തെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടിന് കഴിവുണ്ട്, കണ്ടൽ ചെടികൾക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് സുനാമി വന്നിട്ട് പോലും ഇഷ്ടംപോലെ കണ്ടൽക്കാട് വളരുന്ന സ്ഥലങ്ങളിൽ യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാതെ, ഒരു ജീവഹാനിയും സംഭവിക്കാതെ രക്ഷപ്പെടാൻ കാരണം. ഒരു ഗവേഷണം നടത്തുകയുണ്ടായി ഡോക്ടർ കതിരേശൻ. അദ്ദേഹത്തിന്റെ ഗവേഷണം തമിഴ്നാട്ടിലുള്ള 2 പ്രദേശങ്ങളെ ബേസ് ചെയ്തിട്ടായി. ഒന്ന് പിച്ചാവരവും മറ്റൊന്ന് വേളാങ്കണ്ണിയും. ഇപ്പൊ 2004 നമുക്കറിയാം വളരെ ശക്തമായ ഒരു സുനാമി പ്രളയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ധാരാളം ആളുകൾ മരണപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ തന്നെ. അപ്പോൾ അതിനുശേഷം ഈ ഗവേഷണം നടത്തി ഈ 2 പ്രദേശങ്ങളിലും ഉണ്ടായ സുനാമിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? രണ്ടും സിമിലർ ആയിരുന്നു, സെയിം ശക്തിയിലാണ്, ഒരേ ശക്തിയിലാണ് 2 സ്ഥലങ്ങളിലും ഈ സുനാമി കടൽ തിരമാലകൾ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നത്. എന്നാൽ അതുമൂലമുണ്ടായിട്ടുള്ള അപകടങ്ങൾ, ആ അപകടങ്ങൾ തീരെ ഇല്ലാതിരുന്നത് പിച്ചാവരത്തും വളരെയേറെ ഉണ്ടായിരുന്നത് വേളാങ്കണ്ണിയിലുമായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് പിച്ചാവരത്ത് ഇപ്പോഴും ഒരു കാവൽ ഭടന്മാരെ പോലെ നിൽക്കുന്ന ശക്തമായ കണ്ടൽക്കാടുകളുടെ ഒരു വലിയ നിര തന്നെ തീരപ്രദേശത്ത് ഉണ്ട്. അതേസമയം വേളാങ്കണ്ണിയിലാവട്ടെ അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ട്, നമ്മൾ ടൂറിസത്തിന് വേണ്ടി അത് നശിപ്പിച്ചത്, ആ വേളാങ്കണ്ണിയില് ഒരു റോഡ്, തീരത്തിന്റെ മാപ്പ് പോലും മാറിപ്പോവുകയുണ്ടായി. റോഡ് നഷ്ടപ്പെട്ടു, കുറേയധികം ആളുകൾ മരണപ്പെടുകയുണ്ടായി. അപ്പൊ ഇത് കാണിക്കുന്നത് കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം. ഓരോ പ്രദേശത്തിനും അതിനനുസരിച്ചുള്ള പ്രകൃതിദത്തമായ സസ്യജാലങ്ങളാണ് ഉണ്ടാവേണ്ടത്. അവ അവിടെ നിലനിൽക്കേണ്ടതും ആ പ്രദേശത്തുള്ള ആളുകളുടെ നിലനിൽപ്പിനും ആവശ്യമാണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ലാൻഡ് ബിൽഡറാണ്. ലാൻഡ് നിർത്തുന്നത് മാത്രമല്ല, ബിൽഡ് ചെയ്യും. ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ വേരുകൾ ഇങ്ങനെ കൂടുതൽ വേരുകൾ ഈ വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ വെള്ളമുള്ള പ്രദേശത്ത് കൂടുതൽ ലാൻഡ് ഫോം ചെയ്യും. അപ്പൊ ലാൻഡിന്റെ വിസ്തൃതി കൂട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടലിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മുടെ ഫാക്ടറികളിൽ നിന്നും അതുപോലെയുള്ള വ്യവസായശാലകളിൽ നിന്നും ഒക്കെയുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് നമ്മുടെ പുഴയിലേക്കും തോടുകളിലേക്കും ഒക്കെയാണ്. വെള്ളത്തിന്റെ ഒഴുക്കുള്ള എവിടേക്കാണ് വെള്ളത്തിന്റെ ഒഴുക്കുള്ളത് അവിടേക്കാണ് നമ്മൾ ഒഴുക്കിവിടുന്നത്. അപ്പൊ ഇതെല്ലാം ഒഴുകിയെത്തുന്നത് ഇത്തരത്തിലുള്ള തീരത്തുള്ള വളരുന്ന സസ്യങ്ങളിലേക്കാണ്, കണ്ടൽക്കാടുകളിലേക്കും പിന്നെ അതുപോലെ അവിടെയുള്ള ജീവികളിലേക്കുമാണ്. അപ്പൊ കണ്ടൽക്കാടുകൾ എത്ര വലിയ ഫാക്ടറി ഉണ്ടായിരുന്നാലും വ്യവസായശാല ഉണ്ടായിരുന്നാലും ഒരു പരിധിവരെ അവർ പുറന്തള്ളുന്ന മാലിന്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് കണ്ടൽ ചെടികൾക്കുണ്ട്. പ്രത്യേകിച്ച് ഘനമൂലകങ്ങളായിട്ടുള്ള ലെഡ്, കാഡ്മിയം, മെർക്കുറി, ഇത് മൂന്നും വലിച്ചെടുത്ത് അതിനെ ഒരു പ്രത്യേക രീതിയിൽ സൂക്ഷിച്ചു വെച്ച് ചെടിക്ക് ദോഷമില്ലാത്ത വിധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കണ്ടൽക്കാടുകൾക്ക് സാധിക്കും. എന്നാൽ ഇതാവട്ടെ, ഇത് ജീവികളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ നേരത്തെ ഒക്കെ അറിയാവുന്ന പോലെ മീനമാഥ പോലെയുള്ള രോഗങ്ങൾ, പൂച്ചകൾക്ക് ഉണ്ടാകുന്ന ഒരു തരം രോഗങ്ങൾ, മത്സ്യങ്ങളിലൂടെ പൂച്ചകളിലെത്തി പൂച്ചകൾ തുള്ളിച്ചാടി ചത്തുവീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇറ്റ എന്ന് പറയുന്ന അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും
കാരണമാകുന്നു. പക്ഷെ കണ്ടലിന് ഒരു പരിധിവരെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും. പക്ഷെ ഒരു പരിധിവരെ ഇതൊക്കെ ഉൾക്കൊള്ളാനും അതുമൂലം നാശങ്ങളൊന്നുമില്ലാതെ അത് ജീവിച്ച് മുന്നോട്ടേക്ക് പോകാനും അതിന് സാധിക്കും. മറ്റൊന്ന്, അതുകൊണ്ട് ഇപ്പൊ ട്രീറ്റ്മെന്റാ സംഭവിക്കുന്നത്. ഇത് വലിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ആ വെള്ളത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ വെള്ളത്തിലുള്ള ഇത്തരം വിഷകരമായിട്ടുള്ള പദാർത്ഥങ്ങളെ, വിഷങ്ങളെ വലിച്ചെടുത്ത് ആ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന് പ്രൊട്ടക്ഷൻ ഓഫ് കോറൽ റീഫാണ്. ഇപ്പോ ദ്വീപ് സമൂഹങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ പവിഴപ്പുറ്റുകൾ ഉണ്ടാവും. ആ പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കാനും അവിടെയുള്ള കണ്ടൽക്കാടുകൾക്ക് സാധിക്കും. കോസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു സൈന്യത്തെ പോലെ തീരത്തിന്റെ കാവൽഭടന്മാരാണ് ശരിക്കും കണ്ടൽക്കാടുകൾ. അതുകൊണ്ട് ആ തീരം നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കപ്പെടുകയാണ്. പിന്നെ വെറ്റ്ലാൻഡ് മേക്കേഴ്സ്, വെറ്റ്ലാൻഡ്, ആ പ്രദേശങ്ങൾ മുഴുവൻ ഒരു വെറ്റ്ലാൻഡ് എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി കണ്ടൽക്കാടുകൾക്ക് സാധിക്കുന്നു. അതൊരു തണ്ണീർത്തടങ്ങളിലാണ് കണ്ടൽക്കാടുകൾ വരുന്നത്. അതുപോലെ അതൊരു തണ്ണീർത്തടമായി നിലനിർത്തുന്നതും കണ്ടൽക്കാടുകൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഹാബിറ്ററ്റ് ഫോർ അക്വാകൾച്ചർ, നമുക്ക് ഒരു മത്സ്യങ്ങളെയും മറ്റും വളർത്തിയെടുക്കുവാൻ ഇവിടെ സാധിക്കും. കാരണം ഇത് പ്രകൃതിദത്തമാണ്. പ്രകൃതിദത്തമായി വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. വളം പ്രത്യേകിച്ച് അതിന് വേണ്ടുന്ന തീറ്റകൾ കൊടുക്കേണ്ടതില്ല. ഇതെല്ലാം ഈ കണ്ടലിന്റെ വേരുകൾക്കിടയിൽ തന്നെ യഥേഷ്ടം ലഭ്യമാകുന്നത് കൊണ്ട് ഒരു ഹാബിറ്ററ്റ് ആണ്. അക്വാകൾച്ചറിനുള്ള ഹാബിറ്ററ്റ് പല ജീവികൾ, എല്ലാ തരത്തിലുള്ള പിന്നെ ക്രസ്റ്റേഷ്യൻസ്, ഫിഷസ്, പിന്നെ പോളിക്കീറ്റ്സ് എല്ലാം അവിടെ വളരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ ഉള്ളത് ഒരു റിക്രിയേഷൻ, അത് വിനോദത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. വിനോദം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് വെള്ളം, പിന്നെ നമുക്ക് അവിടെ തോണി തുഴയുകയും അവിടെ പ്രദേശങ്ങൾ കാഴ്ച കാണുകയും, പിന്നെ അതുപോലെ അവിടെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് പോയി ഫോട്ടോഗ്രാഫി ഇതൊക്കെ ചെയ്യാനുള്ള പറ്റുന്ന ഒരു വിനോദ റിക്രിയേഷണൽ ഇമ്പോർട്ടൻസ്, അത് പലരും കാണാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, മനുഷ്യന്റെ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് മാനസിക രോഗം. അത് പുറത്ത് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല, അതേസമയം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മഹാത്മജിയൊക്കെ അദ്ദേഹത്തിന് വാർധയിൽ താമസിക്കുന്ന കാലത്ത് അവിടെ വരുന്ന രോഗികളിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് മാനസിക രോഗികളെയായിരുന്നു. അദ്ദേഹം അത് പറയും. മറ്റുള്ള മുറിവ്, കുഷ്ഠമൊക്കെ ആയിട്ട് വരുന്ന ആളുകളുണ്ട്, അവരുടെ ആ രോഗം നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇവരുടെ രോഗമാവട്ടെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയില്ല, ഉള്ളിലാണ് മുറിവുള്ളത്. അത് ആണ് വളരെ പെട്ടെന്ന് നമ്മൾ ഉണക്കി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നത്, ഈ രോഗികളെ അവിടെയുള്ള വാർധയിലുള്ള പർണശാലയ്ക്ക് അടുത്തുള്ള തോട്ടത്തിൽ കൊണ്ടുപോയി, നല്ല ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, ഗാർഡനിൽ കൊണ്ടുപോയി അതിനെ പരിശീലിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പലർക്കും രോഗം മാറിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നമുക്കുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ഇങ്ങനെയുള്ള ഒരു പ്രദേശങ്ങളിൽ പോയി രാവിലെയോ വൈകുന്നേരമോ ഒരു സൺസെറ്റ്, സൺറൈസ്, ഇത്തരം സന്ദർഭങ്ങളിൽ പോയ ഇഷ്ടംപോലെ പക്ഷികളെയും ജീവികളെയും കാണുകയും ആ ഒരു സ്വസ്ഥമായ വളരെ രസകരമായ ആ ഒരു അന്തരീക്ഷം നമുക്ക് ആസ്വദിക്കുകയും നല്ല ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് നമുക്ക് വരാനൊക്കെ സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പിന്നെ സയന്റിഫിക് ആൻഡ് എഡ്യൂക്കേഷൻ, ഇതിൽ നമുക്ക് ശാസ്ത്രീയമായ പല പഠനങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഈ ഒരു പ്രദേശത്തിന് നിന്നും നമുക്ക് ലഭ്യമാണ് എന്നുള്ള കാര്യവും നാം മറന്നുകൂടാ. പിന്നെ ഈസ്തെറ്റിക് ആണ്, അത് അതിന്റെ ഒരു സൗന്ദര്യ ശാസ്ത്രമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനോമുഖരത്തെ ശരിക്ക് ഒരു ഉല്ലാസത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രമുള്ള നല്ല സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നു. ആ സൗന്ദര്യം, അതാണ് അതിന്റെ ഒരു ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ കൂടി അതിൽ നമുക്ക് ലഭ്യമാണ്. മെഡിസിൻസ് കിട്ടുന്നു, ധാരാളം ചെടികൾ. ഇതിൽ പല ചെടികളും, ഇപ്പൊ എക്സിക്കേരിയ അഗല്ലോച്ച എന്ന് പറയുന്ന ചെടിയെല്ലാം ഒരു കാലത്ത് കുഷ്ഠരോഗത്തിന് മരുന്നായി നമ്മുടെ നാട്ടുവൈദ്യന്മാർ ഉപയോഗിച്ചു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അതിന്റെ ചിത്രം സഹിതം പറയുന്നതാണ്. അപ്പൊ ഇത് പൊതുവായിട്ട് ഇത്രയും പ്രത്യേകതകളാണ് കണ്ടൽക്കാടുകളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ സുനാമി മാത്രമല്ല, ഏത് തരത്തിലുള്ള പ്രകൃതിക്ഷോഭം വരുമ്പോഴും കണ്ടൽക്കാടുകൾ അതിനെ തടയുന്നു. വെള്ളപ്പൊക്കത്തെ തടയുന്നു, അതേസമയത്ത് വരൾച്ചയും രണ്ടും തടയുന്നുണ്ട്. വെള്ളപ്പൊക്കവും അമിതമായി വെള്ളം വരുമ്പോൾ ആ വെള്ളത്തെ വലിച്ചെടുക്കാൻ കണ്ടൽക്കാടുകളുള്ള ആ ഒരു പ്രദേശത്തിന് സാധിക്കുന്നുണ്ട്. അതുപോലെ വേനൽക്കാലത്ത് അമിതമായി വരൾച്ച വരികയാണെങ്കിൽ ആ സമയത്ത് വെള്ളത്തെ വിട്ടുകൊടുത്ത് ആ വരൾച്ചയെ പ്രതിരോധിക്കാനും കണ്ടൽക്കാടുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ലോകത്താകെയുള്ള കണ്ടൽക്കാടുകളുടെ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്ത്യയിൽ വളരെ കുറവാണ്. അതേസമയം ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട്, ഇന്തോനേഷ്യ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ, ഓസ്ട്രേലിയ, അവിടെ കുറച്ച് കൂടുതലായിട്ട് കാണാം. അതുപോലെ അമേരിക്കയുടെ, തെക്കൻ അമേരിക്കയിലൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
ഇതാണ് ഒരു ലോകത്താകെയുള്ള കണ്ടൽക്കാടുകളുടെ ഒരു ഏരിയ വൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനനുസരിച്ച് 22.6% ഗ്ലോബൽ ടോട്ടൽ അതിന്റെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 22.6% കണ്ടൽക്കാടുകൾ ഇന്തോനേഷ്യയിലുണ്ട്. പിന്നെ ഓസ്ട്രേലിയ 7 അതിങ്ങനെ താഴേക്ക് വരികയാണ്. ബ്രസീൽ, മെക്സിക്കോ ഇങ്ങനെയൊക്കെ വരികയാണ്. അതേസമയം നമ്മുടെ ഇന്ത്യയിൽ എത്തുമ്പോൾ 2.7% ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഈ ലാറ്റിറ്റ്യൂഡ് നോക്കിയാലും ട്രോപ്പിക്കൽ നമ്മുടെ ഇക്വേറ്ററിന്റെ സമീപ പ്രദേശങ്ങളിലാണ് ഈ കൂടുതലും കണ്ടൽക്കാടുകൾ കാണുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ കണ്ടൽക്കാടുകളെ കുറിച്ചുള്ള ഒരു മാപ്പാണ്. ഇത് ഈ അടുത്ത കാലത്ത് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാപ്പാണ്. ഈ മാപ്പിൽ നമുക്ക് നോക്കിയാൽ കണ്ണൂർ ജില്ലയിലെ ഈ മേലെ ഭാഗത്ത് കാണുന്നത് പച്ച നിറത്തിൽ കാണുന്നതാണ് ഈ മാംഗ്രൂവ്സിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പച്ച നിറത്തിലാണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയും ഓരോ തുടക്കം ഇത് കാസർഗോഡ് നിന്ന് തുടങ്ങുന്നത്. കാസർഗോഡ് ഷിറിയ, അതുപോലെ ചന്ദ്രഗിരി ആ ഏരിയയിലുണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേക്ക് മാട്ടൂര്, പിന്നെ മടക്കര, പഴയങ്ങാടി, പിന്നെ ഇങ്ങനെയുള്ള 7 പ്രദേശങ്ങളൊക്കെ വരികയാണ്. അത് കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ചെമ്പല്ലിക്കുണ്ടൊക്കെ വന്ന് പിന്നെ അത് വളവട്ടണം പൊഴിയുടെ ആ പ്രദേശങ്ങൾ, കാട്ടാമ്പള്ളി മേഖലയൊക്കെ വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് പ്രദേശത്തൊക്കെ കടലൂട്ടി അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ വരികയാണ്. ഇതുപോലെ ഈ നോർത്തേൺ സൈഡിലുള്ള കണ്ടൽക്കാടുകളെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തത് മധ്യ കേരളത്തിൽ കാണുന്നതാണ്. മധ്യ കേരളത്തിൽ എറണാകുളം, ആലുവ, ആലപ്പുഴ തുടങ്ങിയുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള കണ്ടൽക്കാടുകളുടെ ഒരു ചിത്രമാണിത്. ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പച്ചനിറത്തിൽ കാണുന്നതൊക്കെ കണ്ടൽക്കാടുകളുടെ ദൃശ്യമാണ്. ഇനിയാണ് ഇത് സൗത്തിലേക്ക് വരുന്നത്. സൗത്തിലേക്ക് കൊല്ലം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലുള്ള കണ്ടൽക്കാടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ എക്സ്റ്റെന്റ് എത്രമാത്രം കേരളത്തിലെ കണ്ടൽക്കാടുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് 700 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ബൂഡിലോൺ എന്ന് പറയുന്ന സായിപ്പ് 1600-കളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനത്തിൽ അദ്ദേഹമാണ് ആദ്യമായി കേരളത്തില് വന്ന ഒരു വിദേശ ഗവേഷകനായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി ഈ കണ്ടൽക്കാടുകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് തന്നത്. അന്ന് 700 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ തീരം മുഴുവനും കണ്ടൽക്കാടുകളായിരിക്കണം. അത്രമാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് പിന്നീട് കുറഞ്ഞിട്ട് ഒരു കണക്ക് പ്രകാരം FSIയുടെ 2019 കണക്ക് പ്രകാരം 9 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി. പക്ഷെ വേറെയും പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ള അതിൽ മറ്റൊരു പഠനത്തിൽ പറയുന്നത് 17.82 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഈ നോർത്തേൺ സോണിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് 11.91 സ്ക്വയർ കിലോമീറ്റർ. അതിൽ കഴിഞ്ഞിട്ട് സെൻട്രലിൽ 4.4, സദേൺ റീജിയനിൽ എത്തുമ്പോൾ 1.51 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ കണ്ടൽക്കാടുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ നമുക്കറിയും മലബാറിലാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണാൻ സാധിക്കും. ഒരു ഡിസ്ട്രിക്ട് വൈസ് പിന്നെ ഇവിടെ ഒന്നും കൂടി എടുത്ത് പറയുന്നുണ്ട്. കണ്ണൂര് കഴിഞ്ഞ് എറണാകുളം കഴിഞ്ഞാൽ ആലപ്പുഴ. ഇതിൽ ഏറ്റവും കുറവ് കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 0.05 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് തിരുവനന്തപുരത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു സ്പീഷീസുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഏതാണ്ട് 18ഓളം സ്പീഷീസുകൾ ഈ കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ മുഴുവനായിട്ട് കാണുന്നുണ്ട്. അതിൽ ചില ഏരിയയിൽ ചില സ്പീഷീസുകൾ കൂടുതലായിരിക്കും, അവിടെ ചില സ്പീഷീസ് വളരെ അപൂർവമായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലുംനിസിറ റെസിമോസ എന്ന് പറയുന്ന തിപ്പരം എന്ന് പറയുന്ന ചെടി ഈ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വളരെ അപൂർവം. ആകെ ഉള്ളത് പയ്യന്നൂരിന് അടുത്തുള്ള ഒരു ശ്മശാനത്തിന്റെ സൈഡിൽ മാത്രമാണുള്ളത്. അതേസമയം നമ്മുടെ കൊല്ലം ഭാഗത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് അഷ്ടമുടിയുടെ തീരങ്ങളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇഷ്ടം പോലെ ഇത് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഓരോ ഏരിയയിലും ഈ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണിന് തന്നെ വ്യത്യാസം ഉള്ളതായിട്ട് കാണാം. അപ്പോൾ അബ്സീനിയ ഒഫീഷ്യനാലിസും റൈസോഫോറ മുക്രോണേറ്റിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സീരി ഓഫ് സ്റ്റൈഗല്, അബ്സീനിയ ആൽബ ഇതൊക്കെ അതേസമയം സൊളറേഷ്യ ആൽബ പൊതുവെ റയറാണെങ്കിലും കണ്ണൂർ ജില്ലയിൽ കുറച്ച് കൂടുതലായിട്ട് കാണാം. അങ്ങനെ നോക്കിയാൽ ഒരു സ്പീഷീസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ 15 സ്പീഷീസുകളുണ്ട്, ആലപ്പുഴയിൽ 14 സ്പീഷീസുകൾ, എറണാകുളത്ത് 13 സ്പീഷീസുകൾ,
തിരുവനന്തപുരത്ത് 3 സ്പീഷീസ്, കണ്ണൂരിലാവട്ടെ 14 സ്പീഷീസുകൾ. ഇങ്ങനെയാണ് അതിന്റെ പിന്നെ ഓരോ സ്പീഷീസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ മാംഗ്രോവിന്റെ സ്പീഷീസ് അതിന്റെ ഡയമീറ്റർ ആയിട്ട് ബ്രസ്റ്റ് ഹൈറ്റ് നോക്കുമ്പോൾ 1 to 10 സെന്റിമീറ്റർ ആണ്. അതാണ് കൂടുതലായിട്ടും കേരളത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി അത്തരത്തിലുള്ള. ഇത് 18 തരം സ്പീഷീസോടെ പറയുന്നുണ്ട്, നമുക്ക് കാണാൻ വ്യക്തമല്ല. ഞാൻ ഓരോന്നിനെ എടുത്ത് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. അതിന്റെ ചിത്രസഹിതം പ്രധാനപ്പെട്ട കണ്ടുകൾ, എല്ലാ 18ഉം ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട ചെടികൾ ഏതാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും. ഇത് ഞാൻ കണ്ണൂരിലെ ഏഴോം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ ഒരു പടമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിസീനിയ ഒഫീഷ്യനാലിസ് ആണ് ആ ഡാർക്ക് നിറത്തിൽ കാണുന്നത്. വലതുഭാഗത്ത് കാണുന്ന ഒരു യെല്ലോയിഷ് ആയിട്ട് കാണുന്നത് അവിസീനിയ മെറൈനയാണ്. ഇത് രണ്ടിന്റെയും ഒരു സകലനം ഇഷ്ടംപോലെ ചെടികൾ ആ ഒരു പ്രദേശത്ത് കാണുന്നു. ധാരാളം പക്ഷികൾ അവിടെ വരാറുണ്ട്, വിദേശത്തു നിന്നുള്ള പക്ഷികളടക്കം. ഇതാണ് അവിസീനിയ ഒഫീഷ്യനാലിസ്. നമുക്ക് നോക്കാം. പിന്നെ അതിന്റെ ലീഫിന്റെ ടിപ്പ് നോക്കിക്കോളൂ, റൗണ്ടഡ് ആണ് ലീഫിന്റെ ടിപ്പ്. ഈ അവിസീനിയ ഒഫീഷ്യനാലിസും അവിസീനിയ മെറൈനയും തിരിച്ചറിയുന്ന 2 തരത്തിലാണ്. ഒന്ന്, അതിന്റെ കളർ, ദൂരത്ത് തന്നെയുള്ള അപ്പിയറൻസിൽ ഒരു വ്യത്യാസമുണ്ട്. ഒഫീഷ്യനാലിസ് കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും, മെറൈന ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറിലാണ് കാണുന്നത്. അതുപോലെ ലീഫിന്റെ ടിപ്പ് നോക്കിയാൽ റൗണ്ടഡ് അപ്പിയറൻസ് ആണ് അവിസീനിയ ഒഫീഷ്യനാലിസിനുള്ളത്. മറ്റേത് ശരിക്കും ഒരു പോയിന്റഡ് ആയിരിക്കും മെറൈനക്ക്. അപ്പൊ ഇതിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ബോട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, ഫർണിച്ചറിന് ഉപയോഗിക്കുന്നു, ഫയർവുഡിന് ഉപയോഗിക്കുന്നു, ടാനിൻ ലഭ്യമാണ്. ഈ ടാനിൻ എന്ന് പറയുന്നത് ഈ തുകൽ വ്യവസായത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കെമിക്കൽ, ഒരു ഘടകമാണ്. അപ്പൊ അത് ഇതിൽ നിന്നും, ഈ ചെടിയിൽ നിന്നും ലഭ്യമാണ്. അതുകൂടാതെ മെഡിസിൻ ഫോർ ആസ്മ എന്ന് പറയുന്ന ആസ്മ രോഗത്തിന് മെഡിസിൻ ആയിട്ടും ഇത് ഉപയോഗിക്കും. അവിസീനിയയിൽ കാണുന്ന ന്യൂമറ്റോഫോസ് ആണിത്. ശ്വസന വേരുകൾ, ഇഷ്ടംപോലെ ശ്വസന വേരുകൾ ഇങ്ങനെ ഒന്നുണ്ട്. ഈ അവിസീനിയെ കുറിച്ച് ഒരു പഠനം നടത്തിയതിൽ ഇതിൽ ആൽഫ നാഫ്തോഫ്യുറാൻ, അവിസിനോൾ ഇങ്ങനെയുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട്. ഈ ആൽക്കലോയിഡ്സ് ആണ് ഇതിനെ ഈ വാദം പോലെയുള്ള രോഗത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ. ആസ്മയിൽ നിന്ന്, ആസ്മയ്ക്ക് മരുന്നാണെന്ന് പറഞ്ഞല്ലോ, അതിന് കാരണം ഇതിന്റെ ഈ പ്രസൻസ് ഓഫ് ആൽഫ നാഫ്തോഫ്യുറാൻ ഇൻ അവിസിനോൾ. അതുപോലെ വാദ രോഗത്തിനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് അതിന്റെ ഇലകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, വെളുത്ത പരല് പോലെ ഉപ്പ് കാണാം. അത് നമ്മളത് ആവിൽ വെച്ചാൽ തന്നെയും ശരിക്കും ഉപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഗ്ലാൻഡ് വഴി, ഇലകളിലുള്ള ഗ്ലാൻഡ് വഴി ആണ് ഈ ഉപ്പിനെ പുറത്താണ്. അപ്പൊ ഇലയുടെ സെക്ഷൻ എടുത്ത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലാൻഡ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് റൈസോഫോറ മുക്രോണേറ്റ. പലപ്പോഴും നമ്മൾ വെച്ചുപിടിപ്പിക്കാറുള്ള, തീരദേശത്ത് വെച്ചുപിടിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സസ്യം റൈസോഫോറ മുക്രോണേറ്റയാണ്. മുക്രോണേറ്റയ്ക്ക് പ്രാന്തം കണ്ടൽ എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. ഒരു കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്ന കല്ലേൻ പൊക്കുടൻ, എല്ലാവരും കേട്ട് കാണും. ഒരു കണ്ടൽ പൊക്കുടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, കണ്ടലിന് വേണ്ടിയിട്ട് കുറെ അധികം സ്വയം സമർപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് ആദ്യം കണ്ടൽ വെച്ചുപിടിപ്പിച്ച വ്യക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം പറയാറുള്ളത് ഇതിനെ പ്രാന്തം കണ്ടൽ എന്നാണ് അദ്ദേഹം അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ശരിക്ക് ഇതിന് പീ കണ്ടൽ എന്നൊരു പേര് മലയാളത്തിൽ ഉണ്ട്. ഇതിന്റെ ഗുണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ടാനിനുണ്ട്, ഇതിൽ നിന്ന് ഗമ്മ് കിട്ടുന്നുണ്ട്, ഒരു പ്രത്യേകം പശ കിട്ടുന്നുണ്ട്, അതുപോലെ ഹണി കിട്ടുന്നുണ്ട്. ഹണി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതില് തേനീച്ചകൾ കൂട് വെക്കാറുണ്ട് എന്നർത്ഥം. പിന്നെ ഇതിന്റെ തടികൾ, നല്ല തടി ഉണ്ടാവും. ആ തടി ബോട്ട് മേക്കിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ വിത്ത് വിവിപാര ജെർമിനേഷനിൽ വരുന്നതാണ്. അപ്പൊ ആ വിത്ത് പുഴുങ്ങി, പണ്ട് കാലത്തൊക്കെ ധാരാളം ഭക്ഷണത്തിന് പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ, അന്ന് അരിയൊന്നും വേണ്ടത്ര കിട്ടാത്തൊരു കാലഘട്ടം, അന്നൊക്കെ ജനങ്ങൾ, തീരപ്രദേശത്തുള്ള ജനങ്ങൾ ഇതിന്റെ കായകളൊക്കെ കൊണ്ടുപോയി പുഴുങ്ങി ഭക്ഷിക്കുമായിരുന്നു. ഇതിന്റെ ഇലകള് ഡയബറ്റീസിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ചെവി വേദനയ്ക്കും ഉപയോഗിക്കാറുണ്ട്. ഇതിനകത്ത് കാണുന്ന വിവിപേരിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ചെടി. ഇങ്ങനെ മുളച്ചു വരുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. അതുപോലെ ഇതിന്റെ വേരുകളിൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാവും. അക്കൂട്ടത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ജീവിയാണ് ഓയിസ്റ്റർ. ഓയിസ്റ്റർ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ വില കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. ഈ ഓയിസ്റ്ററിനെ
നമുക്ക് വേണമെങ്കിൽ വളർത്തിയെടുക്കാൻ കണ്ടൽക്കാടുകൾ ഉപയോഗിക്കാം. എന്നിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിനെ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്താനും സാധിക്കും. പലപ്പോഴും നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ പ്രകൃതിദത്തമായി കാണുന്ന ഇത്തരം ഓയിസ്റ്ററുകളെ നമ്മുടെ കുട്ടികളൊക്കെ പോയി ഒഴിവുള്ള സമയത്ത് പൊട്ടിച്ചു കൊണ്ടുവന്ന് ചിലപ്പോൾ ചെറിയ വിലക്കൊക്കെ റോഡ് സൈഡിൽ ഇരുന്ന് വിൽക്കുന്നതൊക്കെ കാണാം. ഇതാണ് മറ്റൊരു റൈസോഫറ അപ്പിക്കുലേറ്റ. ഇതിന് കായക്കണ്ടൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ചെടിയുടെ തണ്ടിൽ നിന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നു. കോളൈൻ ആണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. ഇത് ഉപയോഗിക്കുന്നത് പൾപ്പിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത് പിന്നെ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി, പേപ്പറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പ്ലൈവുഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഗമ്മ് ലഭ്യമാണ്, ടാനിനുണ്ട്, ചായം ഉണ്ടാക്കും, ഒരുതരം പ്രത്യേക ചായം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ വുഡ് നേരത്തെ പറഞ്ഞാൽ ഫർണിച്ചറിനും ഇതിനൊക്കെ ബോട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. ഇതിന്റെ ഇലകള് ഭക്ഷ്യവസ്തുവാണ്, കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കും. ഇതാണ് ഈജിസെറാസ് കോർണിക്കുലേറ്റം എന്ന് പറയുന്ന സസ്യം. ഇതിലെ ഹണി കിട്ടുന്നുണ്ട് ഇഷ്ടം. ഇതിന്റെ മണം, നല്ല മണമുള്ള പൂക്കളും അതിനകത്ത് പിന്നെ നല്ല മധുരമുള്ള ഇതിന്റെ പൂവിൽ നിന്നും തേനീച്ചകൾക്ക് ഇഷ്ടം പോലെ നെക്ടാർ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തേനീച്ചകൾ എപ്പോഴും ഇതിനടുത്ത് കൂട് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹണി കിട്ടും. മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഹാർട്ട് ഡിസീസിനുള്ള മരുന്ന് ഇതിൽ നിന്നും ലഭ്യമാണ്. ഇതാണ് സൊണറേഷ്യ കാസ്യുവലാരിസ്. ഇതിന്റെ ഇലകള് കാലിത്തീറ്റയാണ്, മെഡിസിനിലുമാണ്. കാലിത്തീറ്റയാവാൻ കാരണം വളരെയേറെ കാലികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇലകൾ എന്ന് പറയുന്നത് സൊണറേഷ്യയുടെ ഇലകളാണ്. കാരണം സൊണറേഷ്യയുടെ ഇലകൾ മധുരമുള്ളതാണ്. അതുകൊണ്ട് മലയാളത്തിൽ ചക്കരക്കണ്ടൽ എന്നാണ് പേര് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ് ഇതിന് പൂക്കണ്ടൽ എന്നാണ് പറയുന്നത്. ഈജിസെറാസ് കോർണിക്കുലേറ്റത്തിന് പൂക്കണ്ടൽ എന്നാണ് പറയുന്നത്, ഇതിന് ചക്കരക്കണ്ടൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതും ഗവേഷണം നടത്തിയ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ ഈ സൊണറേഷ്യ കാസ്യുലാരിസ് കഴിച്ച പശുക്കളിലാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദനവും പാലിന്റെ ഗുണം, പ്രോട്ടീൻ കൂടുന്നതായിട്ടും കണ്ടു എന്ന് പറഞ്ഞത്. ഇതാണ് എക്സിക്കാരിയ അഗല്ലോച്ച. കണ്ണാമ്പുട്ടി എന്നാണ് മലയാളത്തിൽ പറയുക, അല്ലെങ്കിൽ കൊമ്മട്ടി എന്നൊക്കെ പറയും. അതിന് കാരണം ഇതിന്റെ ഇലകള് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു വെളുത്ത ലാറ്റക്സ് പുറത്തേക്ക് വരും. പാല് പോലെ ഒരു വസ്തു പുറത്തു വരും. അതായത് ഇതിന്റെ ലാറ്റക്സ് ആണ്. അത് നമ്മുടെ കണ്ണിൽ തട്ടിയാൽ കണ്ണിന് കേടുവരും എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷിലും ഇതിന്റെ പേര് ബ്ലൈൻഡ് യുവർ ഐ പ്ലാന്റ് എന്നാണ്. ബ്ലൈൻഡ് യുവർ ഐ പ്ലാന്റ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ കണ്ണാമ്പുട്ടി എന്ന് പേര് കൊടുത്തിരുന്നു. പക്ഷെ ആ ഒരു ലാറ്റക്സ്, ആ പാല് സത്യത്തിൽ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. കാരണം മരുന്നായിട്ട്, ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കുഷ്ഠരോഗത്തിനാണ് ഏറ്റവും ഫലപ്രദമായിട്ട്. ഒരു കാലത്ത് കുഷ്ഠരോഗം വ്യാപകമായി ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കത് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കഴിവ് കൊണ്ട് അതൊക്കെ കുറഞ്ഞുപോയി. പക്ഷെ അന്ന് ഈ നാട്ടുവൈദ്യന്മാര് ഇത്തരത്തിലുള്ള സസ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകളാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ശമനം നൽകിയിരുന്നു എന്നുള്ളതാണ് വൈദ്യന്മാര് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം. അതുപോലെ സ്കിൻ ഡിസീസസിനും മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ലാറ്റക്സ് ഫോർ ലീവ്സ് ഫോർ ലെപ്രസി ആൻഡ് സ്കിൻ ഡിസീസ്. ഇതിന്റെ റൂട്ട് ബോട്ടിൽ കോർക്കായിട്ട് ഉപയോഗിക്കും. ഇതിന് കേബിൾ വെയർ ഉണ്ട്. കേബിൾ വെയർ എടുത്ത് മുറിച്ച് അതിന്റെ പുറം തൊലിയെല്ലാം വെട്ടിക്കളഞ്ഞാൽ ഒരു കോർക്കായി. നമുക്കറിയാലോ, കുപ്പിക്ക് ഇടുന്ന കോർക്ക്, കുപ്പിയുടെ അടപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്നും മറ്റൊരു കാര്യമുണ്ട്. ഇത് എക്സിക്കാരിയ ഫോർബോൾ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ഇതിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആന്റി HIV ആക്ടിവിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബുർഗീറ സിലിണ്ട്രിക്കയാണ്. ബുർഗീറ സിലിണ്ട്രിക്ക എന്ന് പറഞ്ഞാൽ പിച്ചളക്കണ്ടൽ എന്ന് പറയും. പിച്ചളക്കണ്ടൽ ഒരു പിച്ചളയുടെ നിറമുള്ളത് കൊണ്ടാണ്. ലീവ്സ്, വള്ളിക്കണ്ടൽ എന്നും പറയാറുണ്ട്. ലീവ്സ് ആൻഡ് വിവിപാരസ് സീഡ്സ് ഫോർ ഡയബറ്റീസ്. ഇതിന്റെ വിവിപാരസ് ജെർമിനേഷൻ ആണ്. ആ സീഡ്ലിങ്സും അതുപോലെ തന്നെ ഇതിന്റെ ഇലകളും ഡയബറ്റീസിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ വുഡ് ഫേർണിച്ചറിന് ഉപയോഗിക്കുന്നു. അതുപോലെ ബോട്ട് ഉണ്ടാക്കാനും സഹായിക്കും. ഇതാണ് കണ്ടേലിയ കണ്ടൽ. ഇത് കണ്ണൂരിൽ കുറച്ച് കൂടുതലായിട്ട് കാണും. മറ്റു സ്ഥലങ്ങളിൽ ഇത് കുറവാണ്. കണ്ണൂരിലെ വളപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരു കണ്ടലാണ് ഇത്. ഇത് ചെറുകണ്ടൽ എന്ന് മലയാളത്തിൽ പറയുന്നു. ഇതിന്റെ ഇലകള് കാറ്റിൽ ഫോഡർ ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ ഡയബറ്റീസിനുള്ള മരുന്ന് കൂടിയാണ്. ഇനി ലുംനിഫീറ റെസിമോസ എന്ന് പറയുന്ന തിപ്പരം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത് കുറവാണെങ്കിലും മറ്റു ചില ജില്ലകളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, അരച്ചുണ്ടാക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ച് എക്സിമ പോലെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക്, ചർമ്മ രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്.
അതുപോലെ ടാനിനും ലഭ്യമാണ്. ഇതാണ് അക്കാന്തസ് ഇലിസിഫോളിയസ്. അക്കാന്തസ് ഇലിസി ചുള്ളി എന്നാണ് പറയുന്നത്, ചുള്ളി. ഇത് റിമാറ്റിസത്തിന്, അതായത് വാതരോഗത്തിന് മരുന്ന്. ഇതിന്റെ ഇലകൾ ഇട്ട് വെള്ളം വേവിച്ച് ആ വെള്ളം എടുത്ത് കുളിക്കുക ചെയ്യുന്നത്. പിന്നെ ഇലകൾ കളഞ്ഞ ശേഷം ആ വെള്ളം കൊണ്ട് കുളിക്കണം എന്നാണ് നാട്ടുവൈദ്യന്മാർ പറയുന്നത്. അപ്പൊ ആ നിലയ്ക്കാണ് അവരുടെ ഈ ചികിത്സ, റുമാറ്റിസത്തിന് വേണ്ടിയുള്ള ചികിത്സ അങ്ങനെയാണ്. ഇതിന്റെ പൂക്കളാവട്ടെ, ഈ പൂരം എന്ന് പറയുന്ന ഒരു ഉത്സവം നടക്കാറുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് മലബാറിൽ അത് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. കന്യകമാരെല്ലാം ഈ പൂക്കൾ കൊണ്ടുപോയിട്ട് കാമദേവന് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നല്ല വരനെ കിട്ടാൻ, ഇഷ്ടമുള്ള വരനെ കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു നേർച്ച. ഇത് ആക്രോസ്റ്റിക്കം ഓറിയം എന്ന് പറയുന്ന ഒരു പന്നൽ സസ്യമാണ്. ഇത് ടെറിഡോഫൈറ്റിക് പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഫേൺ പ്ലാന്റ് ആണ്. അതിന്റെ കൊണ്ട് തന്നെ അതിന്റെ ഇലകളിൽ കണ്ടില്ല, ഒരു ബ്രൗണിഷ് കറുത്ത് വരുന്ന അതിന്റെ സ്പോർസ് ആണ്. ആ സ്പോർസിൽ നിന്നാണ് പിന്നീട് വിത്ത് എന്ന് പറയുന്നത് അതിന്റെ സ്പോറാണ്. സ്പോർ പറന്നു പോയി വീഴുന്നിടത്തൊക്കെ അത് പിന്നെയും വളരും, പുതിയ ചെടി ഉണ്ടായി വളരും. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയായിരുന്നു. കാരണം ഇതിന് ആന്റി ടെർമൈറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. ഇതിന്റെ ഇലകൾക്ക് ചിതലിനെ തുരത്താനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വീട് വെക്കുമ്പോൾ, അപ്പൊ വീട്ടിന്റെ മച്ച് എന്ന് പറയുന്നത് ഈ മരം കൊണ്ടാണ് പണിതിരുന്നത്. അപ്പൊ മരം കൊണ്ടുള്ള ആ മച്ചിന് നനവ് തട്ടിയാൽ പലപ്പോഴും വളരെ പെട്ടെന്ന് ഈ ടെർമൈറ്റ്, ചിതലിന്റെ ആക്രമണം ഉണ്ടാവും. അപ്പൊ ആ ചിതലിന്റെ ആക്രമണം ഇല്ലാതിരിക്കാൻ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടുകാര് ഇതിനെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്താണ് ഗവേഷണത്തിലൂടെ അത് ശരിയാണ് എന്ന് കണ്ടെത്തിയത്. ടെൻഡർ ലീവ്സ് അതുപോലെ റൈസോമും ഭക്ഷ്യയോഗ്യമാണ്, ജനങ്ങൾ കഴിക്കാറുണ്ട്. ഇനി ഈ ഭാഗത്തുള്ള ആളുകൾ എങ്ങനെയാണ് ഇതിനെ ഉപയോഗിച്ചു വരുന്നത്, ഈ സസ്യങ്ങളെ, ആ സസ്യങ്ങളുള്ള വെറ്റ്ലാൻഡിനെയും ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കാഴ്ചയാണ് ഇത്. ഇവിടെ ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പലപ്പോഴും കാണുന്ന, എവിടെ പോയാലും രാവിലെ ഇത്തരത്തിൽ മാംഗ്രോവ്സ് ഒക്കെയുള്ള ഒരു തണ്ണീർത്തടത്തിൽ പോയാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. സ്ത്രീകളാണ് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. സ്ത്രീകൾ അവരുടെ വായയിൽ കുരിയ എന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റ്, അതായത് പുല്ല്, പോട്ടപ്പുല്ല് എന്ന് പറഞ്ഞ ഒരു പുല്ല് ലഭ്യമാണ്, മാരിസ്കസ് പുല്ല് ലഭ്യമാണ്. ആ പുല്ല് കൊണ്ടുണ്ടാക്കുന്ന, മെടഞ്ഞുണ്ടാക്കുന്ന കൊട്ടയാണ് ഒരു കുരിയ എന്ന് പറയുന്ന സാധനമാണ്, ബാസ്ക്കറ്റാണ് അവരുടെ വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ അവരുടെ മുട്ടോളം അല്ലെങ്കിൽ അരയോളം മാത്രമാണ് വെള്ളം ഉണ്ടാകുന്നത്. അതിൽ നടക്കുമ്പോൾ അവര് താഴെ അവരുടെ കൈ താഴെ മണ്ണിലേക്ക് താഴ്ത്തി അവിടെ തപ്പി നോക്കുമ്പോൾ ചെമ്മീൻ കിട്ടും. ആ ചെമ്മീൻ പിടിച്ച് ഈ കുരിയയിലിടും. അങ്ങനെയാണ് അവര് പിന്നെ ഈ ചെമ്മീൻ ശേഖരിക്കുന്നത്. അങ്ങനെ ശേഖരിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഒരു 1000 രൂപയുടെയൊക്കെ ചെമ്മീൻ ഒരു ദിവസം വിൽക്കുമെന്നാണ് ഇവർ പറയാറുള്ളത്. അതുപോലെ ഫിഷിംഗ്, ഇങ്ങനെയുള്ള ഏരിയയിൽ ഇഷ്ടംപോലെ പലതരത്തിലുള്ള മത്സ്യങ്ങളും ലഭ്യമാണ്. അപ്പൊ ആ മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ജീവസന്ധാരണ ഉപാധിയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാലികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു കാഴ്ച നമ്മൾ കാണും. ഇഷ്ടംപോലെ പിന്നെ സൊണറേഷ്യയുടെയും മറ്റും ഇലകൾ അവര് എടുത്ത് ശേഖരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. മറ്റൊന്ന് കാണുന്നത് ഈ മടക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ക്ലാം കളക്ഷൻ ആണ്. തോണിയിൽ പോയിട്ട് ഈ ഇളമ്പക്ക എന്ന് പറയുന്ന ക്ലാം കൊണ്ടുവരും. ഇഷ്ടംപോലെ അവര് പിന്നെ ശേഖരിച്ചു കൊണ്ടുവരും. കൊണ്ടുവന്നതിന് ശേഷം ഇത് വേർതിരിച്ചെടുക്കുകയാണ്. ഇതിനകത്ത് നിന്ന് ഇറച്ചി വേറെ, അതിന്റെ പുറത്തുള്ള ഷെല്ല് വേറെയാക്കും. ആ ഇറച്ചിക്ക് മാത്രം വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും. ഈ ഷെല്ലുകളാവട്ടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികൾ ഇവിടെയൊക്കെ നിർത്തിയിട്ട് കാണാം ഈ ഷെല്ല് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അവിടെ തമിഴ്നാട്ടിൽ അവിടെയുള്ള കോഴികൾക്കുള്ള കോഴിത്തീറ്റ ഉണ്ടാക്കാൻ ഈ ഷെല്ലുകൾ ഉപയോഗിക്കുന്നു. അതാണ് ക്ലാം കളക്ഷൻ. ഇതാണ് ഇതിന്റെ ആ കൂടിയുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫിഷറീസിന് വേണ്ടി എത്ര ഉപയോഗിക്കുന്നു, ക്ലാംസ് എത്ര, ഷ്രിംസ് എത്ര, അതർ പ്രൊഡക്ട്സ്, ഫ്യൂവൽ വുഡ്, ഇതിനൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ, അതിൽ ഫിഷറീസ് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആണ്. ഇപ്പോൾ എനിക്ക് കണ്ണൂർ പിന്നെ ഈ നോർത്ത് മലബാറിലുള്ള ഈ കണ്ടൽ കാടുകളുടെ ഒരു ഇക്കോസിസ്റ്റം സർവീസ് ഞാൻ പഠിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികളൊക്കെ കൂട്ടിയിട്ട്. അപ്പൊ അത് പഠിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രമാത്രം സേവന മൂല്യമാണ് ഈ പ്രദേശത്ത് നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നോക്കിയിട്ടുള്ളത് ഈ സർവീസസ് 4 നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. അതിലൊന്ന് സപ്പോർട്ടിങ് ആയിട്ടുള്ളത്. സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയന്റ് സൈക്ലിങ്ങിനെ എങ്ങനെ ഇത് സഹായിക്കുന്നു, അതുപോലെ സോയിൽ ഫോർമേഷനെ എങ്ങനെ സഹായിക്കുന്നു, അതുപോലെ പ്രൊട്ടക്ഷനെ എങ്ങനെ സഹായിക്കുന്നു. ഈ രീതിയിൽ
പ്രൊഡക്ഷൻ, പ്രൈമറി പ്രൊഡക്ഷൻ എങ്ങനെ സഹായിക്കുന്നു, ഇങ്ങനെ ഈ രീതിയിലുള്ള സപ്പോർട്ടിങ് എത്രമാത്രം ലഭ്യമാണെന്ന് നോക്കിയിട്ട് ഓരോന്നിനും വില നിശ്ചയിച്ച് അതിന്റെ അളവുകൾ നിശ്ചയിച്ച് അളവിനനുസരിച്ച് അത് കോസ്റ്റാൻസ എറ്റാൾ, അദ്ദേഹത്തിന്റെ കോസ്റ്റാൻസയുടെ ഒരു മെത്തേഡാണ്. 1998 അമേരിക്കൻ ശാസ്ത്രകാരനായ കോസ്റ്റാൻസയാണ് ഇങ്ങനെ ഇക്കോസിസ്റ്റം സർവീസസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തന്നിരുന്നത്. അതനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പ്രൊവിഷനിങ് ഉണ്ട്, വിതരണം നടക്കുന്നുണ്ട്. ഫുഡ് വിതരണം ചെയ്യുന്നു, ഫ്രഷ് വാട്ടർ കിട്ടുന്നു, വുഡ് ആൻഡ് ഫൈബർ കിട്ടുന്നു, ഫ്യൂവൽ കിട്ടുന്നു. അപ്പൊ അതിനൊക്കെ എത്രയാണ് കിട്ടുന്നത്. പിന്നെ റെഗുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ക്ലൈമറ്റിന്റെ റെഗുലേഷൻ, അതുപോലെ പിന്നെ ഫ്ലഡ് റെഗുലേഷൻ, അതുപോലെ ഡിസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഇതൊക്കെ എത്രമാത്രം ഈ കണ്ടൽക്കാടുകളിൽ നിന്ന് ലഭ്യമാവുന്നു എന്ന് പരിശോധിക്കും. മറ്റൊന്ന് കൾച്ചറൽ ആസ്പെക്ട്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈസ്തെറ്റിക് ആയിട്ടുള്ള സൗന്ദര്യം എത്രമാത്രം നമുക്ക് മാനസിക ഉല്ലാസം തരുന്നു എന്നുള്ളത്, സ്പിരിച്വൽ ആയിട്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എഡ്യൂക്കേഷനിലായിട്ട്, റിക്രിയേഷനൽ, വിനോദത്തിന് വേണ്ടി, ഇതൊക്കെ കിട്ടുന്ന, ഇതിൽ നിന്നും കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ മനുഷ്യന്റെ വെൽബീയിങ്ങിനെ ഇത് എത്രമാത്രം സഹായിക്കുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ട് ആണ് നമ്മളത് പഠിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഡോളറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പഠിച്ചത്. അതിൽ ഇക്കോസിസ്റ്റം ഫംഗ്ഷൻ $150 ഒരു ഹെക്ടറിൽ നിന്ന് ഒരു വർഷം കിട്ടുന്നു എന്നുള്ളത്. ഒരു ഹെക്ടറുടെ കണക്കിലാണ് ഇതിന്റെ യൂണിറ്റ്, അതാണ് ഒരു ഹെക്ടർ. അതുപോലെ ഡോളറാണ് കണക്കാക്കിയിരിക്കുന്നത് ഒരു വർഷം. അത് ഫിഷിൽ നിന്നും ഷെൽഫിഷിൽ നിന്നും ഏതാണ്ട് $2000 ആണ് ലഭ്യമായിരുന്നത്. അതുപോലെ വാട്ടർഫോൾ ഹാബിറ്ററ്റ് 1200, വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ് എന്നുള്ള നിലക്ക് 1000. ഇതിൽ പല കാര്യങ്ങളും നോക്കും. ഇപ്പൊ വാട്ടർഫോൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പക്ഷികൾ അവിടെ വരുന്നതോ അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്റ്റിംഗ് പ്ലേസിനുള്ള ഒരു വില കണക്കാണ്. അതുപോലെ പക്ഷികൾ തിരിച്ചു നൽകുന്നത്, അവിടെ അവർ കാഷ്ടിക്കുമ്പോഴേ ആ കാഷ്ടമൊക്കെ നല്ല വളമായിട്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന, അപ്പൊ അതിന്റെ പ്രത്യേകതകൾ പരിശോധിച്ച് അതിനൊരു വില, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ വില കണക്കാക്കുന്നത്. അപ്പൊ വൈൽഡ് ലൈഫ്, അപ്പൊ അതിനെ ഒരു റൗണ്ട് ചെയ്തിട്ട് എഴുതുകയാണ്. വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്, പൊല്യൂഷൻ ഫിൽട്രേഷൻ എത്രമാത്രം ചെയ്യുന്നു, പ്രൊട്ടക്ഷന്, സുനാമിക്കെതിരെയുള്ള പ്രൊട്ടക്ഷൻ എത്രമാത്രം നമുക്ക് ആ ഡാമേജിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടാണ് പിന്നെ ഹെവി മെറ്റൽ റിമൂവല്, ഓക്സിജൻ പ്രൊഡക്ഷൻ, ന്യൂട്രിയൻ പ്രൊഡക്ഷൻ, കെമിക്കൽ പൊല്യൂഷൻ അബ്സോർപ്ഷൻ, അക്വാറ്റിക് പ്രൊഡക്ഷൻ, മൈക്രോ ക്ലൈമറ്റ് റെഗുലേഷൻ, വേൾഡ് ക്ലൈമറ്റ് റെഗുലേഷൻ, ഫ്ലഡ് കൺട്രോള്, ഇറോഷൻ കൺട്രോള്, ഗ്രൗണ്ട് വാട്ടർ, എനർജി സോഴ്സ്, ലൈഫ് സ്റ്റോക്ക് ഗ്രേസിംഗ്, ഫിഷിംഗ്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, റിക്രിയേഷൻ ആൻഡ് ഈസ്തെറ്റിക്സ്, പ്രിസർവേഷൻ ഓഫ് ജീൻ പൂൾ, സയന്റിഫിക് റിസർച്ച്, ഇതെല്ലാം കൂടി 10,960 ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടുന്നത് $10,960 ഒരു വർഷം സേവന മൂല്യമാണ് കിട്ടുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മളതിന് നോർത്ത് മലബാറിൽ ആകെ 3750 ഹെക്ടർ മാംഗ്രൂവ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ നോക്കുമ്പോൾ നമുക്ക് എത്ര $US എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഇന്ത്യൻ മണിയിലേക്ക് മാറ്റുമ്പോൾ 164 കോടി രൂപയുടെ 164,40,00,000 സേവന മൂല്യമാണ് ഈ ഒരു പ്രദേശത്ത് നിന്ന്, ഒരു ഹെക്ടറിൽ നിന്ന്, അല്ല ഇത് ഹെക്ടർ അല്ല, ഇത് ഒരു നോർത്ത് മലബാറിൽ നിന്ന് ആകെ കൂടി പിന്നെ ഒരു വർഷം കിട്ടുന്ന സേവന മൂല്യം ഇത്രയാണ്. ഇപ്പൊ മാംഗ്രൂവിന്റെ ഡിസ്ട്രക്ഷൻ, പക്ഷെ ഇതൊക്കെ ആണെങ്കിലും വളരെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പോ ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ ആന്ത്രോപോജനിക് ഇൻഫ്ലുവൻസസ്, രണ്ടാമത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടെന്ന് പറയാം. ചില ഏരിയകളിലൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് മാംഗ്രൂവ്സിന്റെ എക്സ്റ്റെന്റ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് കുറഞ്ഞു വരുന്നത്. കാരണം അതിവൃഷ്ടിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, ശക്തമായ മഴയും മണ്ണിടിച്ചിലും നാശനഷ്ടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കണ്ടൽക്കാട് നശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് വളരാൻ പറ്റിയ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ ഈ അല്പ ചൂട് കൂടിയാലും കണ്ടൽക്കാടുകൾക്ക് അത് ബാധിക്കുന്നില്ല, അത് ഇഷ്ടംപോലെ വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2015 ലവ്ലോക്ക് ഒക്കെ പഠനം നടത്തിയിട്ട് അദ്ദേഹം ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്: ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ, പിന്നെ മില്ലേനിയം ഇക്കോസിസ്റ്റം അസസ്മെന്റ് 2005 1980 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇതില് എത്രമാത്രം മാംഗ്രൂവ്സ് നഷ്ടപ്പെടുന്നു എന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോഴേ കാണാൻ 0.18% പെർ ഇയർ എന്നുള്ള നിരക്ക് മാംഗ്രൂവ്സ് നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ ഡീഫോറസ്റ്റ് ചെയ്യപ്പെടുന്നത് 1.67% എന്നാണ്. അങ്ങനെ ഓരോന്നിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ കണക്കിൽ നമുക്ക് ഈ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്നത് മനസ്സിലാവും. അതുപോലെ കേരള കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത് റിക്ലമേഷൻ
ഫോർ ഇൻഹാബിറ്റേഷൻ ആൻഡ് അഗ്രികൾച്ചർ ആണ് കൂടുതലും. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ആളുകൾക്ക് വാസസ്ഥാനം ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നശിപ്പിച്ച് ഉണ്ടാക്കുക, അവിടെ ബിൽഡിംഗ് പണിയുക എന്നുള്ളത്. മറ്റൊന്ന് അഗ്രികൾച്ചറിന് വേണ്ടി നശിപ്പിക്കുക. ഇത് ധാരാളം വ്യാപകമായി നടക്കുന്നുണ്ട്. സർക്കാരിന്റെ ചില ഏജൻസികൾ തന്നെ ചിലപ്പോൾ ഇത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചർ വകുപ്പുകളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ പ്രോത്സാഹനം നൽകുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോ ഞാൻ ഈ കഴിഞ്ഞ ഏതാണ്ട് 1-2 മാസം മുമ്പേ കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിക്കടുത്ത് ഏഴോം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വളരെ വ്യാപകമായി കണ്ടലുണ്ടായിരുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ വിദേശത്തു നിന്ന് വരുന്ന ദേശാടന പക്ഷികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു സുപ്രഭാതം നോക്കോ, ഈ കോവിഡ് രൂക്ഷമായി മുഴുവൻ സ്ഥലങ്ങളും അടച്ചിട്ട ഒരു സമയത്ത് അവിടുത്തെ എത്രയോ ഏക്കർ സ്ഥലത്തുള്ള മാംഗ്രോവ്സ് ഒറ്റയടിക്ക് നശിപ്പിച്ചതാണ്. അപ്പൊ അതിന് കാരണം പറയുന്നത് അവിടെ കൃഷി നടത്താനാണെന്നാണ് കാരണം പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിന്റെ ഒക്കെ സഹായത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പിന്നീടൊന്നും ഉണ്ടായില്ല. മാംഗ്രോവ് നശിച്ചു എന്നല്ലാതെ അവിടെ വേറെ കൃഷിയോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഇങ്ങനെ പല സ്ഥലങ്ങളിലും നെല്ലും മീനും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പദ്ധതികളിലൂടെയൊക്കെ കണ്ടൽക്കാടുകൾ പല സ്ഥലത്തും നശിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തില് നോക്കിയാൽ ഇത്തരത്തിലുള്ള മാംഗ്രോവിന്റെ നാശങ്ങൾ കുറേ സ്ഥലത്ത് കാണാൻ സാധിക്കും. പിന്നെ ഡ്രഡ്ജിങ് ഉണ്ട്, റിവർ ബെഡ്സ് ഡ്രഡ്ജ് ചെയ്തിട്ട് നശിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മലപ്പുറം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലൊക്കെ അത് വളരെ വ്യാപകമായി കാണുന്നു. രാധാകൃഷ്ണേത്താളിന്റെ ഒരു പഠന റിപ്പോർട്ട് അതിലുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ടിന് വേണ്ടിയിട്ട് ലാൻഡ് റിക്ലെയിം ചെയ്തതിന്റെ കേസുകളും ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റില് മാംഗ്രോവ്സ് കൂടുതൽ കാണുന്നുണ്ടെങ്കിലും ഡിസ്ട്രക്ഷനും വളരെയധികം, പ്രത്യേകിച്ച് കുഞ്ഞിമംഗലം, ഇരണാവ്, പഴയങ്ങാടി, പാപ്പിനിശ്ശേരി ഇവിടങ്ങളിലൊക്കെ ഈ ഡിസ്ട്രക്ഷനും നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഷ്രിംപ് ഫാമിങ്ങിന് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഷ്രിംപ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് വളരെയേറെ സ്ഥലങ്ങൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ അങ്ങത്തോളം പോയി കഴിഞ്ഞാൽ കൊല്ലത്തും പിന്നെ നമുക്ക് ഇവിടെയുള്ള ശാസ്താംകോട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ ചേറ്റുവ മാംഗ്രോവ്, തൃശ്ശൂരിൽ ചേറ്റുവയിലുള്ള പ്രദേശങ്ങളിൽ ഇവിടെ എല്ലാം നാശം ഉണ്ടായിട്ടുണ്ട്. അത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ, അതായത് വേമ്പനാട് പിന്നെ ബാക്ക് വാട്ടറിന്റെ സൈഡിലൊക്കെയുള്ള മാംഗ്രോവ്സിന് നാശങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ പഠനം നടത്തി റാണിയേറ്റാളിന്റെ ഒരു 2016 പഠനമുണ്ട്. അതുപോലെ എറണാകുളത്ത് പിന്നെ രാംസർ സൈറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടൽക്കാടുകൾ നശിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ വല്ലാർപാടം പിന്നെ ടെർമിനുള്ള സ്ഥലത്തുള്ള കണ്ടൽക്കാടുകൾ നശിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്രിക്കറ്റ് അസോസിയേഷന് വേണ്ടിയിട്ട് പിന്നെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, ഗോശ്രീ ഐലൻഡ്. അതിപ്പോ അതിനു വേണ്ടിയിട്ടും കുറെ നാശങ്ങൾ ഉണ്ടായി. പുതുവൈപ്പില് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നെ കുമരകത്ത്, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നോക്കിയാൽ കുറെ ഡിഗ്രഡേഷൻ, ടൂറിസം ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ധാരാളം സ്ഥലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. വേളിയിൽ, തിരുവനന്തപുരത്ത്, ആശ്രമത്തില്, കൊല്ലത്ത് എല്ലാം ഈ നാശനഷ്ടങ്ങളുടെ കണക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നശിച്ച് കൊണ്ടേയിരിക്കുന്നു. ഷെയറിങ്ങിന് ഒരു ചെറിയ ഞാൻ ഒന്നും കൂടെ അത് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടാവും വിചാരിക്കും. ഹലോ സാർ, കാണുന്നുണ്ടല്ലോ? കാണാം സാർ. അപ്പൊ ഇതാണ് കണ്ണൂർ ജില്ലയിൽ ഷ്രിംപ് ഫാമിന് വേണ്ടി കണ്ടല് വ്യാപകമായി നശിപ്പിച്ച ഒരു സ്ഥലത്തിന്റെ ഫോട്ടോയാണ് ഇത്. ഇത് ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ലോകത്താകെ കൂടി നോക്കുമ്പോൾ മാംഗ്രോവിൽ ഭയങ്കര ഡിക്ലൈൻ ആണ് പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഡിക്ലൈൻ, ഏറ്റവും കുറച്ച് ഡിക്ലൈൻ ഉള്ളത് ക്യൂബയിലാണ്. ക്യൂബയില് അധികം ഡിക്ലൈൻ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 94% ബാക്കിയുണ്ട്. അതേസമയത്ത് നമ്മുടെ കേരളത്തില് നേരത്തെ ഉള്ളതിൽ നിന്നും കുറഞ്ഞിപ്പോ അത് ഒരു 4% കുറഞ്ഞു. നേരത്തെ ഉള്ളതിൽ നിന്നും കുറഞ്ഞ് 4% ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കേരളയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പിന്നെ മാസ്റ്ററുടെ ഒരു പഠനമാണ് 96 ഒരു പഠനം. ഇങ്ങനെ എല്ലാ പിന്നെ വേസ്റ്റും കൊണ്ടിടുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോ ചില കൺവെൻഷനുകളും കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ മാംഗ്രോവ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ധാരാളം ജീവജാലങ്ങളെ കുറിച്ച് പറയാനുണ്ട്. അക്കൂട്ടത്തിൽ എനിക്ക് താല്പര്യമുള്ള വിഷയം പക്ഷികളായതുകൊണ്ട് പക്ഷികളെ കുറിച്ച് കുറച്ച് പറയാം. ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ മുണ്ടേരിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ഒരു പടമാണ്.
ഇതില് വിദേശത്തു നിന്നുള്ള ഇതിപ്പോ സ്വാളോസ് ആണ്, ബാൺ സ്വാളോസ് എന്നൊക്കെ പറയുന്ന പക്ഷികളാണ് ഇതിനകത്തുള്ളത്. അപ്പോ അതില് പിന്നെ നമ്മുടെ സ്വാളസ്, നാട് സ്വാളസ് ഉണ്ട്, അതുപോലെ വിദേശത്ത് വരുന്ന സ്വാളസ് ഉണ്ട്. ഇതില് വിദേശത്ത് വരുന്ന സ്വാളസ് ആണ് കാണുന്നത്. ഇവകൾ ഇങ്ങനെ കൂട്ടമായിരിക്കുന്ന ഇത്തരം സ്വാളകളും അതുപോലുള്ള ധാരാളം പക്ഷികൾ നമ്മുടെ ഈ കണ്ടൽ കാടുകൾ അടങ്ങുന്ന തണ്ണീർത്തടങ്ങളിൽ ഇഷ്ടം പോലെ യഥേഷ്ടം വരാറ്. അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് ഇത്. ഇതിന്റെ പേര് ബയാസ്പാരോ അല്ലെങ്കിൽ തൂക്കടാംകുരുവി എന്നാണ്. തൂക്കടാംകുരുവികൾ എപ്പോഴും കൂട് വെക്കുന്നത് ഈ കായലിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുഴയുടെ ഒക്കെ ഓരങ്ങളിൽ, തോടിന്റെ ഒക്കെ ഓരങ്ങളിലുള്ള തെങ്ങിന്റെ ഇരയുടെ അറ്റത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ അതിന്റെ അറ്റത്തായിരിക്കും. അതിന്റെ തുമ്പത്താണ് കൂട്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കൂടാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തൂക്കണാംകുരുവിയാണ്, തൂങ്ങിക്കിടക്കുന്ന കൂടുള്ള ഒരു കുരുവിയാണിത്. ഈ കുരുവിയുടെ ഈ കൂടെന്ന് പറയുന്നത് വളരെ സവിശേഷതയുള്ള കൂടാണ്. വളരെ ശക്തമായി ഉറച്ചു നിൽക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ സമയത്താണ് ഇത് കൂട് വെക്കുന്നത്. ഈ സമയത്ത് കൂട് വെച്ചാലും കാറ്റും മഴയും വന്നാലും വീണു പോവാതെ ശക്തമായി നിൽക്കുന്ന കൂടിനകത്ത് മുട്ടയിടാനും അറയും അതിന് പിന്നെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു നീലശില്പകലയിൽ ഏറ്റവും മികച്ചത് എന്ന് ശാസ്ത്രലോകം വിലയിരുത്തിയിട്ടുള്ള ഒരു കൂടാണ് ബയാസ്പാരോവിന്റെ. ഈ കൂട് കെട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ആൺപക്ഷി വന്ന് കൂട് പകുതിയോളം കെട്ടിക്കഴിയുമ്പോൾ കുറെ പെൺപക്ഷികൾ അവിടെ വരികയും എന്നിട്ട് ആ കൂട്, ഈ ഒരു ആൺപക്ഷിയുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. തലയ്ക്ക് ഒരു നല്ല മഞ്ഞ നിറത്തിലുള്ള കഞ്ചുകം അണിഞ്ഞ ഒരു പക്ഷിയാണ് ഈ പറയുന്ന ആൺപക്ഷി. അപ്പൊ അവിടെ പെൺപക്ഷികൾ വന്ന് ഈ കൂട് പകുതി തീർത്ത കൂടൊക്കെ ഒന്ന് പരിശോധിച്ച് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പക്ഷികൾ പറന്നു പോകും. ഏതെങ്കിലും പക്ഷിക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് കൂടും. അതിൻ്റെ അകത്ത് കൂടിയാൽ അതിനർത്ഥം ആ കൂടും കൂട് കെട്ടിയ ആളെയും ഇഷ്ടമായി. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കല്യാണം നടക്കുകയാണ്. അങ്ങനെ കല്യാണം നടന്നു. ആ ദാമ്പത്യ വല്ലരിയെല്ലാം പൂത്തുലഞ്ഞു. അതിന്റെ ഫലമായി മുട്ടകളാണ് അവ നിക്ഷേപിക്കുന്നത്. ഈ കൂട് പിന്നീട് ഇവർ രണ്ടുപേരും പണി തീർക്കും. പെണ്ണ് വന്നു കഴിയുമ്പോൾ പിന്നെ കൂടിന്റെ പണി തീർക്കുന്ന രണ്ടുപേരും ചേർന്നാണ് കല്യാണത്തിന് ശേഷം. അത് കഴിഞ്ഞാണ് മുട്ടയിടുന്നത്. മുട്ടയിട്ട് കഴിയുമ്പോൾ പെൺപക്ഷി അവിടെ അടയിരിക്കും. അടയിരുന്നാൽ ഈ ആൺപക്ഷി മെല്ലെ അവിടെ നിന്ന് മുങ്ങുകയും വേറെ ഒരു സ്ഥലത്ത് പോയി, ദൂരെ ഒരു സ്ഥലത്ത് പോയി വേറെ ഒരു കൂട് പണി. ആ കൂടും പകുതി എത്തുമ്പോൾ അവിടെയും വേറെ പെൺപക്ഷികൾ വന്ന് അതിൽ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് അതിനെ അവിടെ സ്വീകരിച്ച് ആ കൂട് പൂർത്തിയാക്കി അവിടെയും മുട്ടയിട്ട് അവിടെയും ആ പെണ്ണിനെ അടയിരുത്തിയിട്ട് ഈ കല്യാണ വീരനായ ആൺപക്ഷി അവിടെ നിന്ന് മുങ്ങും. അങ്ങനെ 4 കൂടുകൾ വരെ കെട്ടാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള രസകരമായ ഒരു കാഴ്ച ഇവിടെ കണ്ട. ഈ കാഴ്ച, ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയത് ഡോക്ടർ സാലിം അലിയാണ്. നമ്മുടെ നമുക്കൊക്കെ വളരെയേറെ അഭിമാനകരമായിട്ട് ഇന്ത്യക്കാരനായിട്ടുള്ള ലോകപ്രശസ്തനായ ഡോക്ടർ സാലിം, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഡോക്ടർ സാലിം അലിയുടെ ആദ്യത്തെ ഗവേഷണം ഈ ബയാസ്പാരോ എന്ന് പറയുന്ന പക്ഷിയിലാണ്. 5 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ 4 കെട്ടുന്ന വീരനാണ് ഈ ബയാസ്പാരോ. അതിന് കാരണം ഈ പക്ഷികളിൽ പെൺപക്ഷികളുടെ എണ്ണം കൂടുതലും ആൺപക്ഷികളുടെ എണ്ണം കുറവുമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് ബയാസ്പാരോകൾ. ഇത് പെൺപക്ഷികൾ. നമ്മൾ നേരത്തെ ആൺപക്ഷിയാണ്, ഈ ഇരിക്കുന്നതൊക്കെ പെൺപക്ഷികളാണ്. ഇത് നോക്കൂ, ഇതാണ് ഫെസന്റ് ടൈൽഡ് ചെക്കാന എന്ന് പറയുന്ന വാലൻ താമരക്കോഴി. ഇതിന്റെ ഒരു രസം വേറെയാണ്. ഇതും ഇത്തരത്തിലെ കണ്ടൽക്കാടുകളൊക്കെ അടങ്ങുന്ന വെറ്റ്ലാൻഡിന്റെ അടുത്ത് ഇഷ്ടംപോലെ കാണാൻ കഴിയും. പണ്ട് വളരെ റയറായിരുന്നു, പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കാണുന്നത്. പിന്നെ ഇന്ദുചൂടൻ മാഷിന്റെ പുസ്തകത്തിലൊക്കെ ഇത് വളരെ റയറായിട്ട് വേളിയാക്കുളം കായലിൽ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം വേളിയാക്കുളത്ത് മാത്രമല്ല, നമ്മുടെ പല സ്ഥലങ്ങളിൽ, കണ്ണൂരിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കാണുന്നത് ഒരു ആൺപക്ഷിയാണ്. ഈ പക്ഷികളുടെ കൂട്ടത്തിൽ എപ്പോഴും ആൺപക്ഷികളാണ് ഭംഗി ഉണ്ടാകുന്നത്. ഈ ആൺപക്ഷിയുടെ അടുത്താണ് കുഞ്ഞിനെ കാണുന്നത്, കണ്ടില്ലേ? അപ്പൊ അതിന് കാരണം ഈ ആൺപക്ഷികൾ വളരെ നീളം കൂടിയ കാലുകളുള്ള പക്ഷികളാണ് പൊതുവെ ഈ താമരക്കോഴികൾ. അപ്പൊ ഈ താമരയും അതുപോലെ ആമ്പലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അതിന്റെ ഇലകളിലൂടെ ചവിട്ടി നടക്കുകയും അതിന്റെ ഇലകളിന്റെ ഇടയിൽ തന്നെ ചമ്മികൾ കൂട്ടി വെച്ചുകൊണ്ട് കൂടുണ്ടാക്കുകയും ചെയ്യും. ആ കൂട്ടിലാണ് മുട്ടയിടുക. അപ്പോ സാധാരണ നമുക്കറിയാമല്ലോ, എല്ലാ പക്ഷികളും മുട്ടയിടുന്നതും അതുപോലെ അടയിരിക്കുന്നതും പെൺപക്ഷികളാണ്. എന്നാൽ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ പെൺപക്ഷി മുട്ടയിട്ട് കഴിഞ്ഞാൽ ആണിനെ വിളിച്ചിട്ട് പറയും താൻ വന്നിട്ട് അടയിരിക്കണം എന്നാവശ്യം. ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. അപ്പൊ പെൺപക്ഷി ആണിനെ കൊണ്ടുവന്ന് അവിടെ അടയിരുത്തുകയും പിന്നീട് ആ അടയിരിക്കുകയും കുഞ്ഞിനെ വിരിയിക്കുകയും തീറ്റിപ്പോറ്റുകയും ഒക്കെ ചെയ്യേണ്ടത് ആണിന്റെ ജോലിയായി മാറുകയും ചെയ്തു. പെണ്ണ് അവിടെ നിന്ന് പോയി കളയും. പെണ്ണ് വേറെ എവിടെയെങ്കിലും പോകും. പെണ്ണ് അവിടെ അടുത്ത് പിന്നീട് കാണുകയില്ല. ഇത്തരത്തിലുള്ള രസകരമായ ചില തെരിയക്കുകൾ
നമ്മുടെ ഈ വെറ്റ്ലാൻഡിലൊക്കെ പക്ഷികളുടെ കൂട്ടത്തിലൊക്കെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതും രസകരമായ വസ്തുതയാണ്. ഇതൊക്കെ ഇവിടെ കാണുന്ന ഈഗ്രറ്റ്സുകൾ, കാലിമുണ്ടി എന്നൊക്കെ പറയുന്ന കാലികളുടെ മേലെ നിൽക്കുകയും കാലികൾ നടക്കുമ്പോൾ പുറത്തേക്ക് തുള്ളിച്ചാടുന്ന പ്രാണികളെയൊക്കെ കഴിക്കുകയും ചെയ്യുന്ന, ഇപ്പൊ രണ്ടുപേർക്കും പരസ്പരം ആശ്രയിച്ച് കഴിയാതെ ഒരു മ്യൂച്വലിസം ഉണ്ട് അവർ തമ്മിൽ. പശുവിനും കുറെ ഗുണങ്ങൾ, അല്ലെങ്കിൽ എരുമയ്ക്കൊക്കെ കുറെ ഗുണങ്ങൾ മേലുള്ള പേനും ഒക്കെ എടുത്ത് ഇത് തിന്നുകൊള്ളും. അതുപോലെ ഇത് നടക്കുമ്പോൾ കിട്ടുന്ന ഈ പുഴുക്കളെയും അതുപോലെ പുൽച്ചാടികളെയും ഒക്കെ ഈ പക്ഷിക്ക് തിന്നാൻ കിട്ടും. ഇതാണ് മുങ്ങാങ്കോഴി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മുങ്ങി വേറൊരു സ്ഥലത്ത് പൊങ്ങുന്ന സ്വഭാവമാണ് ഇതിന്. അതിന്റെ വെള്ളത്തിനടിയിൽ നിന്ന് ഇത് ഇങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് നടക്കുകയും ഇര തേടുകയും അവിടെ തന്നെ കൂട് വെച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രത്യുൽപാദനം നടത്തി ഓപ്പൺ ബിൽ സ്റ്റോർക്ക് ധാരാളമായിട്ട് ഇപ്പൊ കണ്ടു തുടങ്ങി. ഒരു കാലത്ത് തീരെ കണ്ടില്ലായിരുന്നു. ഇപ്പോഴാണ്, അടുത്ത കാലത്താണ് നമ്മൾ, ചില പക്ഷികൾ അങ്ങനെയുണ്ട്. ചില പക്ഷികൾ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലർ ഇവിടെ കൂട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പുറത്തുള്ള തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റെവിടെയെങ്കിലും ഉണ്ടായിരുന്ന പക്ഷികളൊക്കെ ഇവിടെ വന്ന് കൂട് വെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഓപ്പൺ ബിൽ സ്റ്റോർക്കിൽ ഇപ്പം കാണുന്നു. ചേരാകൊക്കൻ എന്നാണ് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്നത്. വലിയ തോടുള്ള ക്രസ്റ്റേഷ്യൻസിനൊക്കെ തിന്നാൻ പാകത്തിലാണ് എന്റെ കൊക്കിനൊരു പ്രത്യേകത. ചേരാത്ത വിധത്തിൽ വളഞ്ഞിരിക്കുന്നതിന്റെ കാര്യം അതാണ്. ഇതാണ് നമ്മളെ ഇറ്റീറ്റിപ്പുള്ള് എന്ന് പറയുന്ന തിത്തിരി പക്ഷി, റെഡ് വാട്ടിലെ ലപ്പിംഗ് ചെങ്കണ്ണി തിത്തിരി പക്ഷിയാണ്. ഈ തിത്തിരി പക്ഷിയുടെയും സ്വഭാവം വളരെ രസകരമാണ്. ഇത് കൂട് വെക്കുന്നത് പാറപ്പുറത്തോ അല്ലെങ്കിൽ മണൽത്തിട്ടയിലോ ഒക്കെ ആയിരിക്കും, മേലെയായിരിക്കും. ആളുകൾ കാണുന്ന സ്ഥലത്ത് തന്നെ കൂട് വെക്കുന്നത്. അത് ചെറിയൊരു കുഴി, ഒന്ന് ഇരുന്ന് തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു കുഴി പോലെ രൂപപ്പെടും. ഒരു ഡിപ്രഷൻ ഉണ്ടാവും. അതിന്റെ മേലെയാണ് ഇത് മുട്ടയിടുന്നത്. ആ മുട്ടയിട്ട് കഴിഞ്ഞാൽ പെണ്ണ് അടയിരിക്കും. ആ സമയത്ത് ആരെങ്കിലും ആ മുട്ടയുടെ നേർക്ക് പോകുന്നത് കണ്ടാൽ ആൺപക്ഷി വളരെ ഉയരത്തിൽ പറന്നു ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി വേറൊരു സ്ഥലത്ത് വന്ന് വീഴുന്നത് പോലെ അഭിനയിക്കും. അപ്പോ ഈ ആള് അങ്ങോട്ടേക്ക് ആ മുട്ടയുടെ നേരെ നടക്കുന്നയാള് തിരിഞ്ഞ് ഇതിന്റെ ഭാഗത്തേക്ക് അതിനെ ആകർഷിച്ച് അയാളെ അങ്ങോട്ടേക്ക് ഡയറക്ഷൻ മാറ്റാനുള്ള ഒരു കഴിവ് ഈ പക്ഷിക്കുണ്ട്. അപ്പൊ വീണെടുക്കുന്ന പക്ഷിയെ നോക്കി പോകുന്നയാൾ അത് നീങ്ങി പോകുന്നതും പിന്നീട് പറന്നു പോകുന്നതും കാണുമ്പോൾ അയാളെ വഴിക്ക് പോകും. അപ്പൊ ഇത്തരത്തിൽ ആ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് വലിയ മനുഷ്യരെ പോലും ഇത് പറ്റിക്കുന്ന ഒരു സ്വഭാവം. ഇത് സാൻഡ് പൈപ്പേഴ്സ് ഇഷ്ടംപോലെ നമ്മുടെ തീരങ്ങളിൽ കാണുന്ന ഒരു പക്ഷിയാണ്. ഇതുപോലെ പോണ്ടി അരുളിനി നമ്മൾ ഈ കണ്ടൽക്കാടുള്ള സ്ഥലത്തൊക്കെ കാണുന്നുണ്ട്. കുളക്കൊക്ക് എന്ന് പറയുന്ന ഇത് ഒരു കല്യാണപ്രായമാകുമ്പോഴാണ് ഇത്രയും രസകരമായ ഒരു വേഷഭൂഷാദികൾ ഈ പക്ഷിക്ക് വരുന്നത്. സാധാരണ നമ്മൾ കണ്ടാൽ എത്രയൊന്നും ഭംഗിയുണ്ടാവില്ല. പക്ഷെ ഈ കല്യാണമാകുമ്പോഴത്തേക്കും പ്രകൃതി ഇതിനണിയിച്ച്, നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് കല്യാണം നടക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന ആഭരണങ്ങളൊക്കെ വാങ്ങി നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങി ധരിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പ്രകൃതി തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. നോക്കൂ, എന്ത് രസകരമായിട്ടുള്ള വേഷഭൂഷാദികളായി ഇതിനുള്ള. അതിന്റെ കൊക്കിന് പോലും പലയാതി വർണ്ണങ്ങൾ പൂശിക്കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ പ്രകൃതിയുടെ ഒരു കാഴ്ച. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പക്ഷേ ഗ്രേ ഹെറോൺ, ചാരമുണ്ടി, നമ്മുടെ നാട്ടിൽ കാണുന്ന കൊക്കുകളിൽ ഏറ്റവും ഉയരം കൂടിയതായിട്ട് കാണുന്നത് ഈ പക്ഷിയാണ്. ഈ പക്ഷിയുടെ കൂടാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് തലശ്ശേരിയിലുള്ള കണ്ടൽക്കാടുകളിലാണ് കൂട് വെച്ചിട്ട് കണ്ടത്. ഇത് താമരക്കോഴി, മറ്റൊരു താമരക്കോഴി, ഇതും നാടൻ താമരക്കോഴി എന്ന് പറയുന്ന ഇതിനെയാണ്. ഇതിന്റെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞ വാലൻ താമരക്കോഴിയുടെ തന്നെ. ഇതാണ് വൈറ്റ്, ഇതെല്ലാവരും കാണുന്നതാണ്. പലപ്പോഴും വെള്ളമുള്ള പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനെ വാട്ടർ ഹെൻ എന്ന് പറയുന്ന കുളക്കൊക്ക് അല്ല കുളക്കോഴി എന്ന് പറയും. കുളക്കൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു. ഇത് കുളക്കോഴി എന്ന് പറയുന്നതാണ്. ഈ കുളക്കോഴി ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. കുളുത എന്നൊക്കെയാണ് ഇതിന്റെ ശബ്ദം. ഇത് കേട്ടാൽ വിചാരിക്കും ഇവർ തമ്മിൽ ഭയങ്കര അടികൂടുകയാണെന്ന് വിചാരിക്കും. പണ്ടൊക്കെ നമ്മുടെ വീട്ടിന്റെ പരിസരങ്ങളിൽ തോടൊക്കെ ഉണ്ടെങ്കിൽ തോട്ടിന്റെ സമീപത്ത് ഈ മുണ്ട എന്ന് പറയുന്നത് കൈതക്കാടുകൾ ഉണ്ടാവും. ഈ കൈതക്കാടാണ് ഇതിന് ഇഷ്ടമുള്ള പ്രദേശം. അവിടെ ഈ ശബ്ദങ്ങൾ മുഖരിതമാവുമായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാണെന്ന് വിചാരിക്കും. പക്ഷേ സത്യത്തിൽ അത് അതിന്റെ ശൃംഗാര ചേഷ്ടയാണ്. ശൃംഗരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്നത്. ഇത് നോക്കും, മാർഷേരിയർ വിദേശത്ത് വരുന്ന ഒരു പക്ഷിയാണ്. നമ്മുടെ തണ്ണീർത്തടങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന പക്ഷിയാണ്. ഇവനെ കാണുമ്പോൾ ഉള്ള മറ്റു പക്ഷികളൊക്കെ ഒന്ന് പറന്നുയരുന്ന കാണാം. പക്ഷികളൊക്കെ പറന്നുയരുന്ന ഒരു സമയം കണ്ടാൽ അറിയാം ഇത് മാർഷേരിയർ അവിടെ വന്നിട്ടുണ്ട്. പലപ്പോഴും ഏതെങ്കിലും ഒരു എണ്ണത്തിന് കിട്ടിയാൽ അത് തട്ടിക്കൊണ്ട് എടുക്കുകയും ചെയ്യും. ഇത് ഓസ്പ്രേ, യൂറോപ്പിൽ നിന്ന് വരുന്ന പക്ഷിയാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ ഈ ഒരു കുറ്റിയുടെ മേലെ എല്ലാ വർഷവും ഒരു പക്ഷി വരുന്നുണ്ട്. അപ്പൊ അത്ഭുതകരമാണ്. എത്രയോ യൂറോപ്പിൽ നിന്നും എത്രയോ കാലങ്ങൾ താണ്ടി അതിന് ജീവൻ ബാക്കിയുള്ളത് കൊണ്ട് അത് തിരിച്ചു വരുന്നു. വന്നു കഴിഞ്ഞ് ആ ഒരു സ്ഥലത്ത് തന്നെ കൃത്യമായി അതിന് പോയിന്റ് അറിയാം, എവിടെയാ വരേണ്ടത്. അതിന് GPS ഒക്കെ അതിന്റെ തലയിൽ തന്നെയാണുള്ളത്. അതൊക്കെ ഉപയോഗിച്ച് കൃത്യമായി അവിടെ വന്ന്
അത് പിന്നെ അതിന്റെ ദേശാടന സമയം കഴിയുമ്പോൾ തിരിച്ചു പോവുകയാണ്. ഇത് പിൻഡേൽ ഡക്കും, ഇത് ആയിരക്കണക്കിന് ഒരു പിൻഡേൽ ഡക്കാണ് നമ്മുടെ പിന്നെ നാട്ടിലൊക്കെ വരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും, തൃശ്ശൂർ കോളനിലങ്ങളിലും ഇവിടെ എല്ലാ സ്ഥലവും കടലുണ്ടി പോയാലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവ വരുമ്പോ പറന്നു വരുന്ന കണ്ടാൽ വേഗങ്ങൾ ഇങ്ങനെ വരുന്നത് പോലെ, പിന്നീട് അത് മഴ പെയ്ത് ഒഴിയുന്നത് പോലെ താഴേക്ക് വീഴുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ പ്രദേശം മുഴുവനും ശബ്ദമുഖരിതമായിരിക്കും. വളരെ രസകരമായ ഒരു കാഴ്ചയാണ് പിൻഡേൽ ഡക്ക്, വാലൻ എരണ്ട എന്ന് പറയുന്ന ഈ പക്ഷി. ഈ എങ്ങനെയാണ് ഈ ഡക്കുകളും അതുപോലെ മറ്റ് പക്ഷികളൊക്കെ എന്തിനാണ് നാട്ടിലേക്ക് വരുന്നത്? അതൊരു ചോദ്യമാണ്, പലപ്പോഴും നമ്മൾ അറിയേണ്ടുന്ന ഒരു ചോദ്യമാണ്. കാരണം അവരുടെ നാട് എന്ന് പറഞ്ഞാൽ സൈബീരിയ പോലെയുള്ള സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ അലാസ്ക പോലെയുള്ള ഉത്തര ധ്രുവ പ്രദേശങ്ങളാണ്. ഈ ധ്രുവ പ്രദേശങ്ങളിൽ ഈ സമയത്ത്, അതായത് നമ്മുടെ വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന സമയമാണ്. ആ മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷ്യവസ്തുക്കളൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും, ജീവിക്കാൻ തന്നെ ദുസ്സഹമായിരിക്കും. ആ കാലഘട്ടത്തിൽ വളരെയേറെ സുന്ദരമായ ഒരു കാലാവസ്ഥയുള്ളത് നമ്മുടെയൊക്കെ നാട്ടിലാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കാണ് അവർ വരുന്നത്. അപ്പൊ ഒരു കൊല്ലം വന്നിട്ടുള്ള പക്ഷികൾ ആ പ്രദേശത്ത് തന്നെയാണ് അടുത്ത കൊല്ലവും വരുന്നത്. അപ്പൊ അത്രയും കൃത്യത അവരുടെ ഈ സഞ്ചാരത്തിനുണ്ട്. അപ്പോ ഈ പക്ഷികളുടെ വരവിനെ കുറിച്ച് ചില പക്ഷികൾ, ചെറിയ പക്ഷികളൊക്കെ, ഇപ്പൊ വീറ്റിയർ എന്ന് പറയുന്ന പക്ഷിയൊക്കെ പുറപ്പെട്ട് ഇവിടെ എത്തുന്നത് വരെ ഒരു ജലപാനവും ഇല്ലാതെ, ചില പിന്നെ എന്താണ് സ്നൈപ്പുകളുണ്ട്. സ്നൈപ്പുകൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് വരുന്ന പക്ഷികൾ സ്നൈപ്പുകളാണ്. 7000-8000 കിലോമീറ്റർ ഒരു 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 ഭക്ഷ്യവസ്തു, ഒരു ജലവോ കഴിക്കാതെയാണ് ഒറ്റയടിക്ക് വന്നിട്ട് ഇവിടെ വരുന്നത്. വന്നിട്ടാണ് പിന്നീട് അത് കഴിക്കുന്നത്. അത് അത്ഭുതം തോന്നും നമുക്ക്. എന്നാൽ എരണ്ടകൾ അങ്ങനെയല്ല. ഈ പിണ്ടലിൻ്റെയൊക്കെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി പിന്നീട് അങ്ങനെ എങ്ങനെയാ വരുന്നത്. അപ്പോ ഈ രണ്ട് തരത്തിലുള്ള മൈഗ്രേഷനും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ഈ വെറ്റ്ലാൻഡും മാംഗ്രോവ്സും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പക്ഷികളെ കാണാൻ സാധിക്കുകയില്ലായിരുന്നു. ഒരു മിനിറ്റ്, സോറി, ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോഴായി പ്രശ്നം വരും. ഇനി നമുക്ക് ഇത് പേർപ്പിൾ മുർ, ഇതും നമ്മുടെ നാട്ടിൽ ഇപ്പൊ യഥേഷ്ടം കാണാൻ പറ്റുന്ന ഒരു പക്ഷിയാണ്. ഈ പേർപ്പിൾ മുർഹൻ എന്ന് പറയുന്ന നീലക്കോഴികൾ കണ്ടൽക്കാടിന്റെ പരിസരങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന പക്ഷിയാണ്. ഇതുപോലെ തന്നെയാണ് വൈറ്റ് ബെല്ലിഡ് സീകൾ. ഒരു കാലത്ത് അന്യമായി എന്ന് കരുതിയെങ്കിലും പിന്നീട് പല സ്ഥലങ്ങളിലും വളരെ ഉയരം കൂടിയ മരങ്ങളിൽ ഇവ കൂട് വെക്കുന്നു. ഇതിന്റെ ഒക്കെ ഈ ശൃംഗാര ചേഷ്ടകൾ, അതിന്റെ കല്യാണകാലം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രകടനങ്ങൾ വളരെ രസകരമാണ്. രണ്ട് പക്ഷികൾ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന ഒരു രംഗം, വായുവിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ ആ നീലാകാശത്തിൽ ഈ വെളുത്ത പക്ഷികൾ ഇങ്ങനെ ചുറ്റി ഡാൻസ് ചെയ്യുന്ന ഒരു കാഴ്ച, വളരെ രസകരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള വൈറ്റ് ബെല്ലിഡ് സീകൾ ഒരു പെയറിന്, ഒരു കപ്പിളിന് ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ വേറെ സീകൾ വരാൻ പാടില്ല എന്നാണ് നിയമം. അത്തരത്തിലൊക്കെ ഏരിയ കാത്തു സൂക്ഷിക്കുന്ന, ടെറിറ്ററി കാത്തു സൂക്ഷിക്കുന്ന പക്ഷികളിൽ പെടുന്നതാണ്. ഇങ്ങനെ നമ്മള് കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ കാട്ടാമ്പള്ളി എത്തിയപ്പോൾ കാട്ടാമ്പള്ളിയില് ഈ കണ്ടൽക്കാടുകളായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാലത്ത് നല്ല കൃഷി നടന്നിരുന്നു. അതിന്റെ പേര് കൈപ്പാട് കൃഷി എന്നാണ്. ഈ കൈപ്പാട് ഈ കോൾ നിലങ്ങളിൽ ഉണ്ടാകുന്ന കൃഷി പോലെ തന്നെയാണ് ഇവിടെ കൈപ്പാട് കൃഷി എന്നാണ് ഈ ഭാഗത്ത് കണ്ണൂർ ജില്ലയിലൊക്കെ പറയുന്നത്. അപ്പോ പിന്നെ ഇവിടെ കൈപ്പാട് കൃഷി ഉണ്ടായിരുന്നത് കുറെ പഞ്ചായത്തുകളിലായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത്. വളവട്ടണം, പാപ്പിനിശ്ശേരി, പുഴാടി, കൊളശ്ശേരി, നാറാത്ത്, ചേലോറ, എളയാവൂര്, മുണ്ടേരി, കുറ്റിയാട്ടൂർ, മയ്യൽ, ചിറക്കൽ, ഈ പറയുന്ന പഞ്ചായത്തുകൾ 3000 ഏക്കർ സ്ഥലത്ത് ഒരു കാലത്ത് യഥേഷ്ടം ഈ നല്ല രസകരമായിട്ടുള്ള കൃഷി നടന്നിരുന്നു. പിന്നെ ഓർക്കായ്മ, ചൊവ്വരിയൻ തുടങ്ങിയിട്ടുള്ള കുതിര് തുടങ്ങിയിട്ടുള്ള വിത്തെല്ലാം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിന് ആ കൃഷിക്ക് അന്ന് വേറെ വളമൊന്നും വേണ്ട. കാരണം പോലെയുള്ള ജലമാണ് അവിടെ. അപ്പൊ അതിന് വളം വേറെ ഇട്ട് കൊടുക്കണ്ട. ആകെ കൂടി ചെയ്യുന്നത് മഴക്കാലം കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ മഴക്കാലത്തിന് തൊട്ട് മുമ്പിട്ടുള്ള പ്രദേശം, ആദ്യം മഴക്കാലം വന്നു കഴിഞ്ഞ ഉടനെ തന്നെ, മഴ തുടങ്ങിയ ഉടനെ തന്നെ ഈ വയലിൽ പോയിട്ട് കുതിര് പോലെ കൂട്ടണം. ഇതിനെന്ന് പറഞ്ഞാൽ ഒരു മൗണ്ട്, ചെറിയ ചെറിയ മൗണ്ടുകൾ ഉണ്ടാക്കി ഈ മൗണ്ടിലാണ് വിത്തിടുന്നത്. ആ വിത്തിട്ട് കഴിഞ്ഞ് അതങ്ങ് മുളച്ചു കഴിയുമ്പോൾ ആ വിത്ത് അവിടെ നിന്ന് മുളച്ച പിന്നെ
അത് ഫോൺ ചെയ്യുന്നത്. അങ്ങനെ വയൽ മുഴുവൻ ചെടി കർഷകന് കൊയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത്ര എളുപ്പത്തിൽ നടന്നിരുന്ന ഒരു പ്രാദേശികമായ ഒരു കൃഷി കടൽക്കടവ് ചേർന്ന് ഒരു കാലത്ത് നടന്നിരുന്നു. അത് ഈ പറഞ്ഞ ഈ പഞ്ചായത്തിലുള്ള ആളുകൾ വളരെ മെച്ചമായി ചിരിക്കുന്നു. അവർക്ക് വേലിയേറ്റ വേലികൾക്കത്തോടൊപ്പം ഈ മത്സ്യങ്ങളും വീട്ടുമുറ്റത്ത് വരും. അവിടുന്ന് പിടിച്ചെടുത്തുകൊണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ അവർക്ക് വേവിച്ച് കഴിക്കാൻ പറ്റുമായിരുന്നു. പിന്നീട് അതിനൊക്കെ മാറ്റം വന്നു. കാട്ടാപ്പള്ളിയിൽ ഒരു സ്പിൽവേ ഒക്കെ വന്നപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ആ പ്രദേശം മുഴുവൻ ഇപ്പോ ഒരു ഊഷരമായി ഒന്നിനും പറ്റാത്ത വിധത്തിൽ ആകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പ്രദേശങ്ങളൊക്കെ IBA ആയിട്ട് പിന്നെ ഇമ്പോർട്ടന്റ് ബേർഡ് ഏരിയ ആയിട്ട് ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു ബേർഡ് ഏരിയയാണ് കണ്ണൂരിലെ ഈ കാട്ടാപ്പള്ളി മേഖല. അപ്പൊ അതിന് ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ആണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് ഈ നമ്മുടെ പല രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ ഇതിലുള്ള ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ ഈ ബേർഡ് ഏരിയ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നെറ്റ്വർക്ക് ഇവർക്ക് കിട്ടുന്നുള്ളതാണ്. ആ ബേർഡ് ഏരിയ ആവാൻ വേണ്ടുന്ന പ്രാധാന്യം ഉണ്ടാവാനുള്ള എന്തൊക്കെ പിന്നെ നിബന്ധനകളാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഗ്ലോബലി ത്രെറ്റൻഡ് ആയിട്ടുള്ള സ്പീഷീസ് അവിടെ വേണം, ഒന്നിലധികമോ. പിന്നെ ഒന്ന് അതിന് ഒരു റെസ്ട്രിക്റ്റഡ് റേഞ്ച് സ്പീഷീസ് അല്ലെങ്കിൽ ബയോം റെസ്ട്രിക്റ്റഡ് സ്പീഷീസ് അവിടെ ഉണ്ടാകണം. പിന്നെ ഒരു മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഒരു വലിയൊരു കോൺഗ്രിഗേഷൻ വരണം. അങ്ങനെയുള്ള പ്രദേശത്ത് അപ്പോ അങ്ങനെയുള്ള സ്പീഷീസുകൾ എവിടേക്കാണെന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബലി ത്രെറ്റൻഡ് സ്പീഷീസ് നമ്മുടെ കാട്ടാമ്പള്ളി ഏരിയയിലൊക്കെ കണ്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഗ്രേറ്റർ സ്പോട്ടഡ് ഈഗിൾ ഉണ്ടായിരുന്നു, അതുപോലെ ഇന്ത്യൻ സ്പോട്ടഡ് ഈഗിൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാട്ടാമ്പള്ളി കണ്ടു. അതുപോലെ ബ്രിസിഡ് ഗ്രാസ് ബേർഡ്, യൂറേഷ്യൻ പീക്കൻ, ഗ്രേ നെക്ഡ് ബണ്ടി, ഇതൊക്കെ നമുക്ക് തന്നെ കാണാൻ പറ്റിയത്. ഇപ്പോ ഫസ്റ്റ് ഫോട്ടോ ആണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് എടുത്ത ഫസ്റ്റ് ഫോട്ടോ. ഞാനാണ് ഇത് എടുത്തിരിക്കുന്നത്. ബ്രിസിഡ് ഗ്രാസ് ബേർഡ് ഇത് വാരംകടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വെറ്റ്ലാൻഡ് നിർത്താണ്. അതുപോലെ ഇത് യൂറേഷ്യൻ പീക്കൻ മുണ്ടേരി കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് എടുത്ത ഇതും ഫസ്റ്റ് ഫോട്ടോ ഇൻ കേരളത്തിൽ ആദ്യമായിട്ട് കാണാം. അപ്പൊ ഇതിനുള്ള വളരെ സവിശേഷമായ ജീവികൾ ഇവർക്ക് വരുന്നു എന്നുള്ളതാണ്. ഗ്രേ തോട്ടഡ് ബണ്ടിങ് എന്ന് പറയുന്നതും ഫസ്റ്റ് പിന്നെ ഇതാണ്. ഇതും വാരക്കടവ് എന്ന് എടുത്തിട്ടുള്ള ഒരു പടം. ഇങ്ങനെ ഇതൊക്കെ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഇത്തരം ഈ സസ്യങ്ങളുടെ ഇത്തരം പിന്നെ പക്ഷികളുടെയൊക്കെ സ്വാധീനമാണ് ഇതിന് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ മാംഗ്രോവ്സും അതിനോടനുസരിച്ചുള്ള വെറ്റ്ലാൻഡ്സിൽ വരുന്ന ജീവജാലങ്ങളും ഇതൊക്കെ പരസ്പരം വളരെയേറെ പ്രാധാന്യമാണ്. ഈ ഗാർഗന എന്ന് പറയുന്ന ഈ എറണ്ടുകൾ ധാരാളം വരുന്നതുകൊണ്ടാണ് IBA ഈ ഇമ്പോർട്ടന്റ് ബേർഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം. ഈ പക്ഷിയുടെ ആകെയുള്ള പോപ്പുലേഷന്റെ 1% ഈ പ്രദേശത്ത് കാട്ടാമ്പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഇത് വളരെ റയറായിട്ടുള്ള ഒരു ഓറിയന്റൽ പ്രാച്ചിങ്കോൾ എന്ന് പറയുന്ന പക്ഷിയുടെ കൂട് അവിടെ കണ്ടെത്തിയിട്ടുണ്ടായി. പിന്നെ ഇതാണ് ഈ IBA രാംസാർ സൈറ്റ് തമ്മിൽ കുറെ ബന്ധമുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ രാംസാർ സൈറ്റിനും അനുകൂലമാണ് ഈ ഘടകങ്ങളെല്ലാം. ഇതാണ് നേരത്തെ പറഞ്ഞത്. ഈ ഒരു വയർക്കം ബ്രിഡ്ജ് എന്ന് പറയുന്ന കാട്ടാമ്പള്ളിയിൽ വന്നതിന് ശേഷമാണ് ഈ വെള്ളം കയറി ഇറങ്ങുന്നത്, ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്നത് സ്റ്റോപ്പായപ്പോഴാണ് ഈ പ്രദേശത്തുള്ള കൃഷി നിന്നുപോയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൈപ്പാട് കൃഷി. അപ്പൊ കൈപ്പാട് കൃഷിക്ക് പ്രകൃതിദത്തമായി നടക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളം കയറി വരണം. കാരണം എന്താ വെച്ചാൽ ഈ പ്രദേശത്തുള്ള മണ്ണിന്റെ ഘടന എടുത്ത് പരിശോധിച്ചപ്പോ ഈ മണ്ണ് അസിഡിക് ആണ്, ഹൈലി അസിഡിക് സോയിലാണ്. അപ്പൊ അസിഡിക് ആയിട്ട് വെച്ചാൽ pH മൂല്യം 2.5 ഒക്കെ ഉള്ളൂ. അപ്പൊ അതിനെ ഒന്ന് പരുവപ്പെടണമെന്നുണ്ടെങ്കിൽ ക്ഷാരഗുണമുള്ള എന്തെങ്കിലും, നമ്മളിപ്പോ അതിന് സാധാരണ കുമ്മായം കൊണ്ടിടും. അപ്പൊ ഇത്രയും ഏരിയയിൽ കുമ്മായം ഇടാൻ നമുക്ക് സാധ്യമല്ല. അതിന്റെ സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന ഏരിയയാണ്. അതേസമയം പ്രകൃതിദത്തമായി ഒരു വെള്ളം കയറി വരുമ്പോൾ വേലിയേറ്റത്തോടൊപ്പം ഈ ക്ഷാരഗുണമുള്ള ഘടകങ്ങൾ വരുന്നത് കൊണ്ട് ഇതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അത് ഈ പിന്നെ ഇത്തരത്തിലുള്ള ഒരു പാലം കെട്ടിയപ്പോ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കി അതിനുശേഷം ഷട്ടർ ഇട്ടു. ആ ഷട്ടർ ഇട്ടപ്പോ അത്തരത്തിലുള്ള ഒഴുക്കില്ലാതായപ്പോഴാണ് ഈ പ്രദേശങ്ങളൊക്കെ നശിച്ചു പോവുകയും പിന്നീട് കൃഷിയില്ലാതെ ആളുകളെല്ലാം ദാരിദ്ര്യത്തിലേക്ക്, ഈ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താനുണ്ടായിരുന്ന കാരണം അതാണ്.
അപ്പൊ ഞാൻ ഇതിനകത്ത് ഏതൊക്കെയാണ് കുതിര്, നെല്ല്, ഓർക്കായ്മ, ചൊവ്വരിയൻ, ഓടച്ചൻ തുടങ്ങിയുള്ള ഇതൊക്കെയാണ് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് കൃഷിയുടെ. പിന്നീട് രണ്ടാമതും ഈ കൃഷിയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണിത്. ഇതിന്റെ ഒരു പാർട്ട് അടച്ചിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്ക് തീരുമാനിക്കുകയുണ്ടായി ഗവൺമെന്റ്. അങ്ങനെ അടച്ചിട്ട് കൃഷി രണ്ടാമതും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി. അങ്ങനെ കൈപ്പാട് ഫാമിങ് പിന്നെ തുടങ്ങിയ അതിന്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫിഷിങ്, ധാരാളം ഫിഷ്, എന്തൊക്കെയാണ് ക്രാബ്, പ്രോണ്, ഇതൊക്കെ ധാരാളം, ചെമ്മീൻ, അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു പ്രദേശമാണിത്. പിന്നെ ഈ പ്രദേശത്ത് കണ്ട ചില റയറായിട്ടുള്ള ഒരു ബേർഡ്സിന്റെ ചിത്രം ഞാൻ എന്റെ ഒരു ഇൻട്രസ്റ്റിനെ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. ഇത് സ്പോട്ടഡ് റെഡ്ഷങ്ക് കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോ ആണ് ഇത്. അതുപോലെ ഗ്രേറ്റസ്റ്റ് സ്പോട്ടഡ് ഈഗിൾ, വൾനറബിൾ ആയിട്ടുള്ള, അതായത് നിയർലി ത്രട്ടൻഡ് ഗ്രൂപ്പിൽപ്പെടുന്ന, ഗ്ലോബലി ത്രട്ടൻഡ് ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് ഗ്രേറ്റസ്റ്റ് സ്പോട്ടഡ്. IUCN ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ കണ്ടിട്ടുണ്ട്. ഇത് ലെസർ സ്പോട്ടഡ് ഈഗിളും കണ്ടിട്ടുണ്ട്, മുണ്ടേരിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. റയർ ബേർഡ്സ് ആണ് ഇതെല്ലാം. സ്റ്റെപ്പി ഈഗിള് ഇത് റയറാണ്. ബൂട്ടഡ് ഈഗിളും റയറായിട്ടുള്ള പക്ഷിയാണ്. ക്രസ്റ്റഡ് സർപ്പന്റ് ഈഗിൾ റയർ അല്ല, ഇത് കാട്ടിൽ മാത്രം കാണുന്ന പക്ഷിയാണ്. ഇത് ചിലപ്പോ ഈ പ്രദേശത്ത് ഈ പാമ്പുകളെ പിടിക്കാനായിട്ട് വരുന്ന ഒരു പക്ഷിയാണ്. ഇതാണ് മാർഷ് ഹാരിയർ, മേട് തപ്പി എന്നൊക്കെ വിളിക്കുന്ന മാർഷ് ഹാരിയർ. ഞാൻ നേരത്തെ പറഞ്ഞ ഓസ്പ്രേ എന്ന് പറയുന്ന താരി പരുന്ത് എന്ന് പറയുന്നത്. ഇത് ഷോവലറും വളരെ റയർ ബേർഡാണ്. നമ്മുടെ നാട്ടിൽ ദേശാടനത്തിന് വരുന്നു. ഫെറൂജിയനസ് കൊച്ചാട് ദേശാടനത്തിന് വരുന്നു. ടഫ്റ്റഡ് ഡക്ക് ദേശാടനത്തിന് വരുന്നു. കോമൺ ടീല്. ഇതിനൊക്കെ നമ്മൾ ഈ കണ്ണൂരിലും മറ്റും കണ്ടിട്ടുള്ള റെഡീഷ് ഡക്ക്, ഇത് ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. കടലുണ്ടിയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പക്ഷിയാണ്. വളരെ റയർ ആയിട്ടുള്ള റെഡീഷ് ഡക്ക് വരുന്നത്. കണ്ണൂര് വാരംകടവിൽ ഇത് കാണുകയുണ്ടായി. അതുപോലെ ഗാഡുവാളയറണ്ട, പിൻഡൈൽ ഡക്ക്, റെഡ് ഹെഡഡ് ബണ്ടിങ് റയറാണ്, വെരി റയർ. ഈ ഫോട്ടോകളിൽ പലതും കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോകളാണ് പലതും എന്നുള്ള കാര്യം. അത്തരം ഫോട്ടോകൾ മാത്രമേ ഞാൻ അവിടെ ഇതിൽ വെച്ചിട്ടുള്ളൂ. അതുപോലെ ബ്ലാക്ക് ഹെഡഡ് ബണ്ടിങ്. പിന്നെ ഇത് അലാസ്കയിൽ നിന്ന് വരുന്ന ഒരു പക്ഷിയാണ്. ഇത് ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ പക്ഷി എത്തിയിരുന്നത്. ഇതിന്റെ പേര് ബഫ് ബ്രസ്റ്റഡ് സാൻഡ് പൈപ്പർ. അതുപോലെ നിങ്ങളുടെ സിൻഹോസ് സ്നൈപ്പ് എന്ന് പറയുന്ന ഒരു ചൈനീസ് സ്നൈപ്പിനെ ഒരിക്കൽ കാണുകയുണ്ടായി മുണ്ടേരിക്കടവിലല്ല, ഇത് ഏഴോം എന്ന് പറയുന്ന സ്ഥലത്ത്, പഴയങ്ങാടി ഏഴോം എന്ന് പറയുന്ന സ്ഥലത്ത്. ഒക്കെ വെറ്റ്ലാൻഡ് ആണ്. അവിടെയാണ് ഇഷ്ടംപോലെ യഥേഷ്ടം പക്ഷികൾ വരുന്ന ഒരു സ്ഥലം. കാസ്പിൻ പ്ലോവർ വരികയുണ്ടായി, ക്രാബ് പ്ലോവർ, ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. നിങ്ങളുടെ വിദ്യാർത്ഥികൾ എന്റെ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ ഇതിൽ താല്പര്യം വന്നിട്ടുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടുന്നത് പിന്നെ പക്ഷികളെയൊക്കെ കാണുമ്പോൾ നോട്ട് ചെയ്യാൻ ഒരു നോട്ട്ബുക്കും ഒരു പേനയും കയ്യിലുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ കുറച്ച് അടുത്തറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബൈനോക്കുലർ 8x40, 8x30 ഒക്കെ ഉള്ള ഒരു ബൈനോക്കുലർ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പക്ഷിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു നോട്ട്ബുക്കിൽ നമ്മൾ ആ പക്ഷിയുടെ ഒരു റഫായിട്ടുള്ള ചിത്രം വരച്ച് കണ്ണിന്റെ നിറമെന്ത്, തലയുടെ നിറമെന്ത്, കൊക്കിന്റെ നിറമെന്ത്, ചിറകിന്റെ മേലെ താഴേക്കുള്ള നിറങ്ങളെന്ന് വെറുതെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് പക്ഷികളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും പുസ്തകം, ഡോക്ടർ സാലിം അലിയുടെ ബേർഡ്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്, ഇന്ദുചൂടന്റെ പുസ്തകങ്ങളുണ്ട്, ധാരാളം പുസ്തകങ്ങളുണ്ട്. അത്തരം പുസ്തകങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ, പിന്നെ ഇത് നമ്മുടെ നാട്ടുപക്ഷികൾ എന്ന് പറഞ്ഞ് എന്റെ തന്നെ ഒരു പുസ്തകമുണ്ട്. അപ്പൊ ഈ പുസ്തകങ്ങൾ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇത്തരം പുസ്തകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ആ ചിത്രങ്ങളുമായി പിന്നെ ഒത്തുനോക്കി ഇന്നതാണ് പക്ഷിയെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതൊരു ഡിസ്കവറി പോലെയാണ്. നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കും. നമ്മൾ കണ്ടെത്തിയ ഒരു പക്ഷി ഇന്നതാണ് എന്ന് നമ്മൾ ഈ പുസ്തകങ്ങളിലൂടെ തിരിച്ചറിയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകും. അതുപോലെ ഇങ്ങനെയുള്ള പിന്നെ കുറെ കൂടി പുരോഗമിക്കുമ്പോൾ നമുക്ക് ഒരു ഫോട്ടോ ഹൈഡൊക്കെ വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ, എങ്കിലേ പക്ഷികളെ കിട്ടുള്ളൂ. പിന്നെ വലിയ വലിയ ക്യാമറകളും ലെൻസുകളും വേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഞാൻ തന്നെയാണിത് ഒരു തോണിയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട്, കണ്ടൽക്കാടാണ് സൈഡിലൊക്കെ കാണുന്നത്, അതിന്റെ സമീപത്ത് ഇരുന്നുകൊണ്ട് പക്ഷിയെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹൈഡ് ഉണ്ടായാലും ശരിക്കും പക്ഷികൾ മുൻപിൽ വരുള്ളൂ. ഞാൻ ഫോട്ടോന് വേണ്ടിയിട്ട് ഹൈഡ് ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ ഇരുന്നിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കൺസർവ് ചെയ്യാനായിട്ട് ഇപ്പൊ മാംഗ്രൂവ്സിന്റെ കാര്യത്തിലായാലും അതുപോലെ വെറ്റ്ലാൻഡ്സിനൊക്കെ കൺസർവ് ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ ആയിട്ട് ഒരു കൺവെൻഷൻ നടക്കാറുണ്ട്. അതിന്റെ പേരാണ് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, രാംസാർ പിന്നെ കൺവെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1971 ഇറാനിലെ രാംസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം അത് ഓരോ 4 കൊല്ലം കൂടുമ്പോൾ പല രാജ്യങ്ങളിലായിട്ട് നടക്കും. എല്ലാത്തിനും പേരൊന്നും തന്നെ രാംസാർ കൺവെൻഷൻ എന്ന് തന്നെയാണ്. ഈ കൺവെൻഷനിൽ വെച്ചിട്ടാണ് അതാത് കാലഘട്ടങ്ങളിൽ നമ്മുടെ മാംഗ്രൂവ്സിനൊക്കെ സംഭവിക്കുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ റെസ്റ്റോറേഷൻ നടത്താൻ സാധിക്കും, എങ്ങനെ നമുക്ക് റീഫോറസ്ട്രേഷൻ നടത്താൻ സാധിക്കും എന്നിത്യാദി കാര്യങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ഇത്തരത്തിലുള്ള
ഈ ഒരു കൺവെൻഷനിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ് ഒരു വെറ്റ്ലാൻഡ് എന്ന് പറയുന്നുണ്ട്. അത് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള വെള്ളം എവിടെയായിരുന്നാലും പെർമനന്റ് ആയാലും അല്ലെങ്കിൽ ടെമ്പററി ആയുള്ള വെള്ളം കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വെറ്റ്ലാൻഡ് ആണ്. പക്ഷെ ഒരു കാര്യമുള്ളൂ, 6 മീറ്ററിൽ കൂടാൻ പാടില്ല അതിന്റെ ആഴം. 6 മീറ്ററിൽ കൂടിയാൽ അതിന്റെ പേര് മാറി, അത് പുഴയെന്നോ വേറെ നദിയെന്നോ ഒക്കെ പറയും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അതിനെ വെറ്റ്ലാൻഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഇതിന് 3 പില്ലേഴ്സ് പറയുന്നുണ്ട്. ഒന്ന് വൈസ്, വെറ്റ്ലാൻഡിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം, അതിന് വൈസ് യൂസ് ചെയ്യണം, വിവേകപൂർവ്വം നമ്മൾ അതിനെ ഉപയോഗിക്കണം. അതുപോലെ അതിന്റെ പിന്നെ റാംസർ ലിസ്റ്റിൽ പെടുത്താൻ ശ്രമിക്കണം. കാരണം നമുക്കിപ്പോ കാട്ടാമ്പള്ളി, കവ്വായി, ഡോക്ടർ ഹരിനാരായണൻ ഇവിടെ ഉണ്ട്, അദ്ദേഹമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാട്ടാമ്പള്ളിയും കവ്വായിയും ഒക്കെ ഈ റാംസർ സൈറ്റ് ആക്കാൻ. ഇപ്പൊ നമുക്ക് തെക്കൻ ജില്ലകളിൽ മാത്രമാണ് ഉള്ളത്. പിന്നെ എന്താണ് പറയാ, 2-3 ശാസ്താംകോട്ടയും പിന്നെ അഷ്ടമുടി, ഇങ്ങനെ 2-3 സ്ഥലങ്ങൾ മാത്രമാണ് നമുക്കിപ്പോ ഉള്ളത്. അപ്പൊ അതുപോലെ അതിൽ കൂടുതൽ ഈ പ്രദേശങ്ങൾ പ്രാധാന്യം അറിയിക്കുന്ന പ്രദേശങ്ങൾ ലിസ്റ്റ് ചെയ്താൽ അതിനൊരു പ്രാധാന്യം, അന്താരാഷ്ട്ര പ്രാധാന്യം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഇതിന് ഇന്റർനാഷണൽ കോർപ്പറേഷന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ 3 പില്ലേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കോൺട്രാക്ടിംഗ് പാർട്ടീസ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പൊ എന്താണ് വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ്? ദെയർ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ് ഇൻ എ വേ കോമ്പാറ്റിബിൾ വിത്ത് ദ മെയിൻ്റെനൻസ് ഓഫ് ദ നാച്ചുറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്കോസിസ്റ്റം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് തൊടാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, മനുഷ്യന് ഉപയോഗിക്കാം. പക്ഷേ ആ മനുഷ്യന് അതുകൊണ്ട് പ്രയോജനം കിട്ടുമ്പോൾ ഒരു പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഉണ്ടാകണം, അത് നിലനിൽക്കും വേണം. ഒരു മരത്തിന്റെ ചിന്തകൾ ഒടിച്ചു അതിന്റെ പഴങ്ങൾ എടുത്തു, അല്ലാതെ ഇതിന്റെ ഔഷധങ്ങൾ എടുത്തു എന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിർത്തുന്ന വിഭവങ്ങൾ നമുക്ക് എന്ത് തന്നെയായിരുന്നാലും ഉപയോഗപ്പെടുത്താം. അപ്പൊ പിന്നെ രാംസാറിന്റെ ഒരു മോഡൽസ് ഒക്കെ ഞങ്ങൾ കാണുകയുണ്ടായി. അവിടെയെല്ലാം ആളുകൾ ചെയ്യുന്നത് ഈ കണ്ടൽക്കാടുകളുടെ പ്രദേശത്ത് കണ്ടലിന്റെ ഭാഗങ്ങളും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് ഈ മരം കൊണ്ടുള്ള പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളും ഉണ്ടാക്കിയിട്ടും ഫർണിച്ചർ ഉണ്ടാക്കിയും വിൽപ്പന നടത്തുകയാണ്. അപ്പൊ അത് മുഴുവനായി നശിപ്പിക്കുന്നില്ല, അതിന്റെ ഒരു പാർട്ട് മാത്രം എടുക്കുന്നു, ബാക്കിയുള്ള ഭാഗം വീണ്ടും വളരുന്നു, പുതിയ പുതിയ കണ്ടൽ ചെടികൾ ഉണ്ടാവുന്നു. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യന് ഒരു ഗുണം കിട്ടുമ്പോൾ അത് മനുഷ്യൻ അതിനെ തീർച്ചയായിട്ടും നിലനിർത്താൻ ശ്രമിക്കും. അല്ലാതിരിക്കുമ്പോഴാണ് ഇത് വെട്ടിക്കളയുന്നത്. അപ്പൊ അതിന്റെ സമീപ പ്രദേശത്ത് ഇതിനോട് ചേർന്നുകൊണ്ട് കൈപ്പാട് കൃഷി പോലെ ഒരു കൃഷി നടത്തുകയാണെങ്കിൽ അതും പിന്നെ വളരെയധികം പ്രയോജനം ചെയ്യും. മത്സ്യങ്ങളെ അവിടെ വളർത്തുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഓയിസ്റ്ററിനെ വളർത്തുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ കണ്ടൽക്കാടുകളെയും അക്കൂട്ടത്തിൽ തന്നെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ രാംസാർ കൺവെൻഷനിൽ പൊതുവെ പറയാറുള്ള കാര്യം. ഒരിക്കലും വെട്ടരുത് എന്നുള്ള തീവ്രവാദ മനോഭാവം അല്ല അവർ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ രാംസാർ കൺവെൻഷനിൽ റൊമാനിയയിൽ പങ്കെടുത്തതിന്റെ ഒരു ചിത്രമാണ്, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. അതിൽ ആ ചുവന്ന വിഷനിൽ ഞാനാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് ഒരു ചോപ്പ് കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ചെസസ്ക്യൂ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു പാലസ് ഓഫ് പാർലമെന്റിനകത്താണ് ഇത് നടന്നത്. അതിന്റെ അവിടെ എനിക്കൊരു ചെറിയ സ്പീച്ചിനുള്ള അവസരം കിട്ടിയതാണ്. പിന്നീട് ദുബായിൽ വെച്ച് നടത്തിയിട്ടുണ്ടായി 2018. അവിടെയും എനിക്ക് ഈ രാംസാർ കൺവെൻഷൻ പങ്കെടുക്കാൻ സാധിച്ചു. പക്ഷെ നമ്മൾ എന്താണ് അഫോറസ്റ്റേഷൻ ചെയ്യുന്നു. പക്ഷെ അഫോറസ്റ്റേഷൻ ചെയ്യുന്നത് മാത്രമല്ല, ആ അഫോറസ്റ്റ് അത് നടന്ന കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കുകയും അതിനെ എപ്പോഴും കൃത്യമായിട്ട് പരിപാലിക്കുകയൊക്കെ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മളൊരു പേരിന് വേണ്ടി ജൂൺ 5-ന് ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്ത് ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത ചില അഫോറസ്റ്റ് പ്രോഗ്രാം ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ശ്രീ KK ചന്ദ്രൻ DFO ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത് കണ്ണൂർ ജില്ലയിലൊക്കെ പല സ്ഥലങ്ങളിലും അന്ന് ഈ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതുപോലെ ഓയിസ്ക ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ വളവട്ടണം പുഴയുടെ ഭാഗങ്ങളിലൊക്കെ കണ്ടൽ വെച്ചു. അത് ഇന്നും വളരെയധികം വ്യാപകമായി തന്നെ അത് പടർന്നങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഈ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എത്രമാത്രം വിജയപ്രദമാവുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഞാൻ ഓയിസ്ക നടത്തിയിട്ടുള്ള മാംഗ്രോവ് ഫോറസ്റ്റേഷൻ പ്രോഗ്രാം വളപട്ടണത്ത് നടത്തിയിട്ടുള്ളതിന്റെ ഒരു ചിത്രമാണ്. അവരുടെ ജപ്പാനിൽ നിന്നുള്ള പ്രതിനിധികൾ പോലും പിന്നീട് വരികയും അത് കാണുകയും അത് കൂടുതൽ വ്യാപിപ്പിക്കാനായിട്ട്, ഇത് വെച്ചുപിടിപ്പിച്ചതിന് ശേഷം വന്നതിന് ശേഷം അവർ കൂടുതൽ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ അത്രയും മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് പോലും ഇതിനോട് ഈ കണ്ടൽക്കാടുകൾ നിലനിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ തീരം നിൽക്കുകയുള്ളൂ, നമുക്ക് വെള്ളം കയറാതെ ആകുകയുള്ളൂ, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ, നമുക്ക് പിന്നെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കിട്ടുകയുള്ളൂ എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ശ്രീ കലൻ പൊക്കുടൻ അടക്കമുള്ള ശ്രീ KK ചന്ദ്രൻ അടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു കണ്ടൽ വന ബോധവൽക്കരണ യാത്ര വളരെ മുമ്പ് നടത്തിയിരുന്നു. അന്നാണ് ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഈ കണ്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചിത്രം ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഇവിടെ കാണുന്ന ഒരു ചിത്രം കണ്ടില്ലേ, ഈ ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്.
ഇപ്പൊ നോക്കൂ, പ്രായമുള്ള മനുഷ്യന്റെ ചിത്രമാണ് കാണുന്നത്. ചിത്രം ഒന്നാണ്, പക്ഷെ അത് രണ്ട് രീതിയിൽ തല തിരിച്ചു പിടിക്കുമ്പോഴാണ് നമുക്ക് കാണുന്നവർക്ക് രണ്ട് രീതിയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. പലപ്പോഴും നമ്മൾ നേരെ കൃത്യമായ രീതിയിൽ അത് പിടിച്ചു നോക്കിക്കഴിഞ്ഞാലേ അത് അത്യാവശ്യമാണ്, അത് നിലനിർത്തണം എന്ന് നമുക്ക് തോന്നുള്ളൂ. നമ്മൾ വികലമായിട്ട് ഏതെങ്കിലും രീതിയിൽ തിരിച്ചു പിടിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഈ കണ്ടൽ കാടുകളൊക്കെ വെട്ടിക്കളഞ്ഞ് അവിടെയൊക്കെ വലിയ വലിയ ആശുപത്രി പണിയാം എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ നിലനിൽപ്പാണ് പ്രധാനം. ആശുപത്രിയും ബിൽഡിങ്ങുകളും മറ്റ് സമുച്ചയങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് പിന്നീടാണ്. നമ്മുടെ തീരങ്ങളാണ് ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കണ്ടൽ കാടുകൾ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ളത്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മുടെ മാംഗ്രൂവ് കവറിനെ ഇപ്പോൾ ഉള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യണം. നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ CRZ 1 എന്നൊക്കെ പറയും. പക്ഷേ നിയമങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ അറിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുപ്രഭാതത്തിൽ പോകുമ്പോൾ ഇതൊന്നും കാണില്ല, എല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു ബോധം ഉണ്ടാകണം. ആ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടാവണം. അതിന്റെ ഹാബിറ്ററ്റിന്റെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് അവിടെ റീജനറേറ്റ് ചെയ്യണം നമ്മൾ. അതാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പ്രധാനമായി. പിന്നെ അതുപോലെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ, എപ്പോഴും നാട്ടുകാരുടെ ഒരു സഹകരണത്തോടുകൂടി അവർക്ക് കൂടി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രോഗ്രാമുകൾ ചെയ്യേണ്ടത്. പൊല്യൂഷൻ കുറക്കാൻ സംവിധാനം, ഈ ഫാക്ടറിയിൽ നിന്നൊക്കെ എവിടെ നിന്ന് വരുന്ന മാലിന്യവും എല്ലാം കണ്ടലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു ഡംപിങ് ഏരിയ ആക്കി മാറ്റാൻ അനുവദിക്കരുത്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ സൊസൈറ്റൽ ആയിട്ടുള്ള ഒരു എഫേർട്സ് ഉണ്ടാകണം, ഓർഗനൈസേഷൻ ആയിട്ടുള്ള എഫേർട്സ് ഉണ്ടാകണം. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കണ്ടലാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ആർക്കെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാം. ഓപ്പൺ ഫോർ ഡിസ്കഷൻ. സാറേ ഗുഡ് മോർണിംഗ്. ഖലീൽ സാറേ, അജിത് പ്രഭു ആണ്. ഖലീൽ സാറേ, അജിത് പ്രഭു ആണ്. കേൾക്കുന്നില്ല സാർ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. നമസ്കാരം സാർ. ഓക്കെ. ഒത്തിരി നാളായി സാറിന്റെ ശബ്ദം കേട്ടിട്ട്. ഈ ഒരു 1.5 മണിക്കൂർ സെഷനില് ആ ശബ്ദത്തിലൂടെ സാറിന്റെ ഈ സബ്ജക്റ്റിലുള്ള അഗാധ പാണ്ഡിത്യവും അതുപോലെ തന്നെ അദമ്യമായ ആത്മബന്ധവും, ഈ സബ്ജക്റ്റുമായിട്ടുള്ള ആത്മബന്ധവും വളരെ പ്രകടമാണ്. എനിക്ക് ഒരു ടെക്നിക്കൽ ആംഗിളിൽ ഒരു 2 ചോദ്യങ്ങളൊന്ന് ചോദിക്കാനുണ്ട്, ഒരു സംശയ നിവൃത്തിക്ക്. ആദ്യത്തെ ഭാഗത്തില് അങ്ങ് വളരെ മനോഹരമായിട്ട് ഇതിന്റെ പ്രയോജനങ്ങളും ഒക്കെ പറഞ്ഞു. രണ്ടാമത് ഇത് ചെയ്യുന്ന ബയോസ്ഫിയർ, അതുപോലത്തെ എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചു. വളരെ നല്ല ഫോട്ടോഗ്രാഫിയോടുകൂടി എല്ലാ കാര്യങ്ങളും പ്രസ്താവിച്ചു. അതിന്റെ അഡ്വാൻറ്റേജ് പറയുന്ന കൂട്ടത്തിൽ സാറ് പറഞ്ഞ 2 കാര്യങ്ങളാണ് എനിക്ക് സംശയ നിവൃത്തി വേണ്ടത്. ഒന്ന്, സാറ് വേളാങ്കണ്ണിയിലത്തെയും തൂത്തുക്കുടിയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് കോസ്റ്റൽ ഇറോഷന് വളരെ ഫലപ്രദമാണ്, അതുപോലെ പ്രളയമൊക്കെ വരുമ്പോഴത്തേനെ അതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അപ്പൊ ഇത് ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്? നമുക്ക് ഇത് നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിൽ, അത് പിന്നെ ചോദ്യം ചിലപ്പോൾ ഒരു പിന്നെ സാങ്കേതികത്വം ഇല്ലാത്ത ചോദ്യമായിരിക്കും, എങ്കിലും നമുക്ക് കോസ്റ്റൽ മേഖലകളിൽ, ഈ പിന്നെ ബീച്ച് സൈഡുകളിലൊക്കെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കുമോ? അതൊരു സംശയ നിവൃത്തി. 2, ഇത് ഓക്സിജൻ കണ്ടമാനം പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന് സാർ പറയുകയുണ്ടായി. സാധാരണ ഒരു മരവും ചെയ്യുന്നത് ഏറെക്കുറെ ഓക്സിജൻ റിലീസ് ചെയ്യുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ച്. അപ്പൊ ഇത് സാധാരണ ഒരു മരത്തിന്റെ പ്രക്രിയയും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എത്ര ശതമാനം ഓക്സിജൻ ഇത് പുറപ്പെടുവിക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളിലുള്ള സംശയ നിവൃത്തിയാണ് എനിക്ക് വേണ്ടത്. താങ്ക് യു. വളരെ 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 നല്ല 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പിന്നെ നമുക്കറിയാം, ഈ വെള്ളാങ്കണ്ണിയിലും അതുപോലെ തന്നെ പിച്ചാവരത്തും നടത്തിയിട്ടുള്ള ഗവേഷണം ഡോക്ടർ കതിരേശൻ ആണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ മാംഗ്രൂവ്സിന്റെ രംഗത്ത് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള വിദഗ്ധനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പിന്നെ അതിന്റെ ഈ
എത്രമാത്രം ശക്തിയിലാണ് ഈ സുനാമി വന്നിട്ടുള്ളതെന്നും അപ്പൊ അതുമൂലം എത്രമാത്രം പിന്നെ പ്രൊട്ടക്ഷൻ ഈ തീരത്തിനുണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പരിശോധിക്കുകയുണ്ടായി. അപ്പൊ ആ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചതാണ് ഇത് രണ്ട് സ്ഥലത്തും ഏതാണ്ട് ഒരേ ശക്തിയിലായിട്ട് പോലും അവിടെ നശിക്കുന്നില്ല. കാരണം വേളാങ്കണ്ണിയില് ഇത് സമുദ്രത്തിന്റെ തീരമല്ല, വേളാങ്കണ്ണി സമുദ്രത്തോട് ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രദേശം മുഴുവനും പിന്നെ നേരത്തെ ഒരു കാലത്ത് കണ്ടലിന് യഥേഷ്ടം ഉണ്ടായിരുന്നതാണ്. അത് വെട്ടിയൊളിക്കുക. കാരണം അവിടെ വേളാങ്കണ്ണിയിലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണല്ലോ. കേന്ദ്രമായതുകൊണ്ട് ആളുകൾ, ജനങ്ങളുടെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നത് കൊണ്ട് അവർക്ക് വേണ്ടിയാണ് തീരപ്രദേശത്ത് അത് വളരെ മോശമായിട്ട് ബാധിച്ചു. മറ്റിടത്ത് അങ്ങനെയില്ല. മറ്റിടത്ത് ഇപ്പോഴും കണ്ടൽക്കാടുണ്ട്. പിന്നെ പ്രദേശങ്ങളിൽ മുഴുവനും എന്താ വെച്ചാൽ ബാക്ക് വാട്ടർ മേഖലയിൽ മുഴുവനും കണ്ടൽക്കാട് നിറഞ്ഞിട്ട് അത് തീരം വരെ എത്തിക്കുന്നു. സാറിന്റെ സൗണ്ട് ബ്രേക്ക് ആവും. രണ്ടാമത് കാര്യം, ഈ കണ്ടൽ ചെടികളെ എങ്ങനെ തീരത്ത് വെച്ചുപിടിപ്പിക്കുന്നുള്ളതാണ്. അതൊരു പ്രയാസമുള്ള കാര്യം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളത്തിന്റെ അധികവും വേലിയിറക്ക മേഖലകളിലാണ് കണ്ടൽ കൂടുതൽ വളരുന്നത്. ഇമ്മീഡിയറ്റ് പിന്നെ സീഷോർ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാലും ചില രാജ്യങ്ങളിൽ ഇമ്മീഡിയറ്റ് സീഷോറിൽ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള പോൾ ഉപയോഗിച്ചുകൊണ്ട്, മുളയോ പ്ലാസ്റ്റിക്കോ പോലെയുള്ള പോൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ഇതിന് വേണ്ടുന്ന മണ്ണും ചെളിയും നിറച്ച് അതിലാണ് നടുന്നത്. അപ്പോ ആദ്യഘട്ടങ്ങളിലൊക്കെ വെള്ളം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചെടികൾക്ക് ദോഷം സംഭവിക്കുന്നില്ല. പിന്നെ അത് വളർന്ന് പിടിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രശ്നമില്ലാതെ അങ്ങനെ വളരുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ പല സ്ഥലങ്ങളിലും നടത്തി, മലേഷ്യയിലൊക്കെ നടത്തിയിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും സാധിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പം പലപ്പോഴും നമുക്ക് ഏറ്റവും വിജയപ്രദമായി കണ്ടിട്ടുള്ളത് ഇമ്മീഡിയറ്റ് അല്ല, തുറമുഖം കഴിഞ്ഞ് കടൽ കഴിഞ്ഞ് ഉള്ളോട്ടേക്ക് വരുന്ന പ്രദേശങ്ങളിലൊക്കെ നദിയുടെ അഴിമുഖങ്ങളിലാണ് പ്രധാനമായിട്ടും നമുക്കിത് വെച്ചുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടും വളർത്താനും സാധിക്കും. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം അതിനും കൂടെ ഒരു നിവൃത്തി, ഓക്സിജന്റെ. ഓക്സിജൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എല്ലാ ചെടികളും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്ത് വിടുകയും ചെയ്തറിയാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് സീക്വസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പദം ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സീക്വസ്ട്രേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് മണ്ണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് കണ്ടൽക്കാടുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകളുടെ ഇലകൾ വളരെയേറെ ഇലകളുള്ള ഒരു സസ്യങ്ങളാണ്. കണ്ടൽക്കാടുകളെല്ലാം നോക്കിയാൽ നമുക്കറിയാം, ദൃഢമായ ഇലകളോട് കൂടിയ സസ്യങ്ങൾ. അപ്പൊ അതിനകത്ത് ഇഷ്ടം പോലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ കഴിയുന്നു. ഇലകളാണല്ലോ വലിച്ചെടുക്കുന്നത്. ഓക്സിജനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിന്റെ സമയത്ത് വളരെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ അതിന്റെ സീഡ് ആയിട്ട് സീഡ്ലിങ്സ് ആയി കഴിഞ്ഞാലും മറ്റെന്ത് തന്നെയായിരുന്നാലും ഇലകളായാലും വീണ് അഴുകിയിട്ട് അതിന്റെ ഗുണവശങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞത്, ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതൊരു കാർബണിനെ താഴോട്ടേക്ക് തന്നെ മണ്ണിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. ഹലോ, കേൾക്കാം സർ. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെ ഒരു പഠനങ്ങളുണ്ട്. കാർബൺ സീക്വസ്ട്രേഷന് മാംഗ്രൂവ്സ് വളരെ മികച്ച പിന്നെ ഒരു വിഭാഗം സസ്യങ്ങളാണ് എന്നുള്ളതിന് തെളിവുകൾ പേപ്പറുകൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് റീസൺ ഇതാണ്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ. ഹലോ. സാർ, ഞാൻ പരിസ്ഥിതി വകുപ്പിൽ വർക്ക് ചെയ്യുന്നു. സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു നേരത്തെ. എന്റെ MSc PhD തീസിസ് ഒക്കെ സാറ് എക്സാമിൻ ചെയ്തിട്ടുണ്ട്. പേര് ജോൺ സി മാത്യു.
ഓ, അറിയാം. ഓക്കെ. യൂണിവേഴ്സിറ്റിയിലെ എൻവയോൺമെന്റ് സയൻസ് ഡിപ്പാർട്ട്മെന്റില് സതീഷ് സാറിന്റെ മരിച്ചുപോയ സതീഷ് സാറിന്റെ ഓ, സ്റ്റുഡന്റ് ആയിരുന്നു. ഓക്കെ, അറിയാം. ഓ, സാറിന്റെ ശബ്ദം ഇപ്പം പിന്നെയും കേൾക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഓ, ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ ആ, നമ്മള് ഈ മഡ് ഫ്ലാറ്റ് പോലുള്ള സ്ഥലങ്ങളിലെ കണ്ണൂരൊക്കെ ഓ, അധികമായിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓപ്പൺ വാട്ടർ, നമ്മൾ ലോ ടൈഡിൽ മഡ് ഫ്ലാറ്റ് എക്സ്പോസ്ഡ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോ പലരും ഇങ്ങനെ ഭ്രാന്തൻ കണ്ടൽ പോലുള്ള കണ്ടൽ സസ്യങ്ങള് ഇനങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അത്ര ആശാസ്യകരമാണോ എന്നുള്ളതാണ് ഒരു അല്ലല്ല, അത് ഞാൻ പറയാം. അതല്ല. കാരണം എന്നറിയോ, എല്ലാത്തിനും നമുക്ക് ഓരോ സ്ഥലങ്ങൾ ഉണ്ടല്ലോ, ഓരോന്നിനും അതിൻ്റെതായ ഹാബിറ്ററ്റ് ഉണ്ടല്ലോ. ഈ മഡ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് കണ്ടൽ വെച്ചു പിടിച്ചാൽ വളരും എന്നുള്ള കാര്യം സത്യമാണ്. അവിടെ മഡ് ഫ്ലാറ്റ് അതിന് യോജിച്ചതാണ്. പക്ഷേ ഈ പറയുന്ന ദേശാടന പക്ഷികൾക്ക് അത് വളരെയേറെ ഭീഷണി ഉയർത്തും. കാരണം ദേശാടന പക്ഷികൾക്ക് മഡ് ഫ്ലാറ്റ് ആവശ്യമാണ്. മഡ് ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ അവരുടെ തീറ്റ ഇര തേടാനും അതുപോലെ തന്നെ വിശ്രമിക്കാനും ഒക്കെ ഉള്ളത്. മഡ് ഫ്ലാറ്റ് ഇല്ലാത്തടത്ത് പക്ഷികൾ നിൽക്കില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ വെള്ളം കൂടുതലായിട്ടും നേരത്തെ മഡ് ഫ്ലാറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പിന്നീട് എന്തോ കാരണത്താൽ കൂടുതൽ വെള്ളം കൊണ്ട് വന്ന് അവിടെ ആ മഡ് ഫ്ലാറ്റിനെ മൂടിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഉയർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ പക്ഷികൾ അവിടെ കാണില്ല. പക്ഷികൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി കിടക്കും. അപ്പൊ ദേശാടന പക്ഷികൾ പോലെയുള്ള വൈക്ക് വേണ്ടുന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള മഡ് ഫ്ലാറ്റ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് കണ്ടൽ വെക്കുന്നതിൽ അർത്ഥമില്ല. കണ്ടൽ വെക്കേണ്ടതായിട്ടുള്ള പോസ്റ്റ് ഇപ്പൊ ബാങ്ക്സില്, അതുപോലെ നമ്മുടെ ഈ അഴിമുഖങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ നമുക്ക് സ്ഥലം ഉണ്ടല്ലോ അങ്ങനെ വെക്കാൻ മാത്രം. അവിടെ വെക്കുന്നതാണ് നല്ലത്. ഈ മഡ് ഫ്ലാറ്റ് ഒഴിവാക്കേണ്ടത്, പക്ഷികൾ വരുന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടത് ആവശ്യം. താങ്ക് യു സാർ, താങ്ക് യു. സാറേ, ഒരു ചോദ്യം. ഹലോ, ആരാണ് സാറേ? എന്റെ പേര് രഘുരാജ്, എറണാകുളത്ത് നിന്നാണ്. രഘുരാജ്. ഓക്കെ. ഫിഷറീസ് യൂണിവേഴ്സിറ്റി. റൂം മാംഗ്രൂവ്സും മാംഗ്രൂവ് അസോസിയേറ്റ്സും തമ്മിലുള്ള ആ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ സാർ? കാരണം എന്താണ് അതിന്റെ ഒരു മാനദണ്ഡം കൃത്യമായിട്ട്? ഇപ്പോ നേരത്തെ സാർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട മാനദണ്ഡം ഇത് തന്നെയാണ്. പ്രധാനപ്പെട്ട മാനദണ്ഡം ട്രൂ മാംഗ്രൂവ്സ് ഉപ്പുവെള്ളത്തിൽ മാത്രമേ വളരുകയുള്ളൂ. ശരി. ഉപ്പുവെള്ളം ഇല്ലാത്തടത്ത് വളരില്ല. അതേത് അസോസിയേറ്റ്സ് ഉപ്പുവെള്ളത്തിലും വളരും, അല്ലാത്ത ലാൻഡിലേക്ക് നമ്മൾ കൊണ്ട് നട്ടാലും അത് വളരും. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അല്ല സാറേ, ഞാൻ അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സയൻസ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണോ ഇത്? അങ്ങനെ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോ സാർ പറഞ്ഞല്ലോ അക്രോസ്റ്റിക്കും ഓറിയം ഒരു ട്രൂ മാംഗ്രൂവ് ആയിട്ടാണ് സാർ ഇപ്പൊ ഇതിൽ സൂചിപ്പിച്ചത്. അതേപോലെ അക്കാന്തസും ട്രൂ മാംഗ്രൂവ് സൂചിപ്പിച്ചത്. പക്ഷെ പല ജേണലുകളിലും കാണുന്നത് കേരളത്തിലെ 15 ശുദ്ധ കണ്ടലിനങ്ങളിൽ ഇവ രണ്ടും വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നേരത്തെ കതിരേശൻ സാർക്ക് പങ്കെടുത്ത ഒരു യോഗത്തില് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഈ അക്കാന്തസ് ഒരു ട്രൂ മാംഗ്രൂവ്സ് ആയിട്ട് കാണുന്നു എന്ന് പറയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെ വ്യത്യസ്തമായ മാനദണ്ഡങ്ങളാണോ അങ്ങനെയുള്ള ഈ ട്രൂ മാംഗ്രൂവ്സും മാംഗ്രൂവ് അസോസിയേറ്റ്സും എന്നുള്ളതാണ് അറിയാം. അല്ല, ഇതിന് ഈ പറഞ്ഞതുപോലെ ഇതിന് പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടെങ്കിലും നമ്മളിപ്പോ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പൊ തോമിൽസൺ എന്നൊക്കെ പറയുന്ന സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ പറയുന്നത് ഇതാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് രണ്ടും ഉപ്പുവെള്ളം ഉള്ള സ്ഥലത്ത് മാത്രം വളരുന്നവയെ ട്രൂ മാംഗ്രൂവ്സ്, രണ്ടിലും വളരുന്നവയെ അസോസിയേറ്റ്സ്. ആ രീതിയിലാണ് ഒരു ക്ലാസിഫിക്കേഷൻ. അതാണ് കുറെ കൂടി ശരിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ഇപ്പം അല്ല സാറേ, അപ്പോ അതിലൊരു വേർതിരിവ് സാറേ, നമ്മുടെ എക്സോക്കേറിയ അഗലോച്ച ഒരു ഡിസ്റ്റൻസ് മാംഗ്രൂവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. കുറച്ചും കൂടി ഉപ്പുവെള്ള തീവ്രത ഇല്ലാത്ത പ്രദേശങ്ങളിലും എക്സോക്കേറിയ അഗലോച്ച കാണുന്നുണ്ട്. അതുകൊണ്ടുണ്ട്. പക്ഷേ എക്സോക്കേറിയ തീവ്രത ഇല്ലാത്തടത്ത് കാണുമെങ്കിലും ഉപ്പുവെള്ളത്തിന്റെ ഒരു അംശം ഇല്ലെങ്കിൽ അതിനധികം വളരും. തീരെ ഉപ്പുവെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വളർത്താൻ പറ്റില്ല. അതിന് ഒരു 1-2 വർഷം വളർത്തിയവരുണ്ട്, പക്ഷെ പിന്നീട് അത് നശിച്ചു പോയിട്ടുണ്ട്. ഓക്കെ. രഞ്ജനാണേ. ആരാണ്? രഞ്ജൻ. ഓക്കെ, മനസ്സിലായ? ട്രിവാൻഡ്രത്ത് രഞ്ജൻ. സാറിന്റെ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടല്ലേ? എനിക്ക് ഇവിടെയും കേൾക്കുക കുറവാണ്. സാറേ, സാറിന്റെ വേണമെങ്കിൽ വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ മതി. നെറ്റ്വർക്ക് ഒരു മിനിറ്റ് സാറേ.
വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ ആ പിന്നെ നെറ്റ്വർക്കിന്റെ ഇത് പ്രശ്നമാണ്. കറക്റ്റ് ആവും. ഓക്കെ ഓക്കെ ഡോക്ടർ പറഞ്ഞോളൂ രഞ്ജൻ, യു ക്യാൻ കണ്ടിന്യൂ. ട്രിവാൻഡ്രത്ത് നിന്ന് രഞ്ജൻ പറഞ്ഞോളൂ. ഹലോ ഖലീൽ കേൾക്കാമോ? സാറേ, സാറേ, ഗോപി സാർ ഒരു മിനിറ്റ്. കേൾക്കാമോ? ഡോക്ടർ രഞ്ജൻ ഖലീൽ പറയൂ. സാർ, ആ ആ ഹലോ ആ ഖലീൽ പറഞ്ഞോളൂ. സാറേ, ആ പറഞ്ഞോളൂ. ഹലോ ആരാണ് പറഞ്ഞോ കേൾക്കുന്നുണ്ടല്ലോ, പറഞ്ഞോ. ഗോപി മാഷ്, കാസർഗോഡ്. ആ മനസ്സിലായോ സാർ? എന്നിട്ട് സാർ പറയൂ. ആ, നിങ്ങളെല്ലാം പണ്ടേ നമ്മളെ അസോസിയേഷൻ കൊണ്ട് കാസർഗോഡെല്ലാം കുറച്ച് ഞാൻ വർക്കെല്ലാം കാസർഗോഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്, പറ്റി. പലതവണ പക്ഷെ കഴിഞ്ഞ വന്നിട്ടുണ്ട്. 2 വർഷമായിട്ട് വളരെ പലതവണ വന്നിട്ടുണ്ട്. പണിക്കർ സാറും തങ്ങളൊക്കെ അവതാളത്തിലാണ്. വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ. 2 വർഷമായി ഒന്നും ചെയ്യുന്നില്ല. ആ ഇപ്പൊ കാസർഗോഡ് ഇത് KSCSTയുടെ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. ഓ കൂടാതെ കുറച്ച് പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെ ആ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. നമ്മളെ NGOs, പണിക്കർ സാറിനെല്ലാം ഓർമ്മയില്ലേ? ഓ അതെ, ഞാൻ പറഞ്ഞ പണിക്കർ സാറും താങ്കളുമാണ് എന്നെ വിളിച്ചു കൊണ്ടുപോയത് 2 പ്രാവശ്യം. 1-2 പ്രാവശ്യം ഞാനവിടെ വന്നിട്ടുണ്ട്. 2-3 തവണ വന്നിട്ടുണ്ട്. ആ, അതെ അതെ ആ അതെ. ആ അപ്പൊ നമ്മൾ തുടങ്ങി വെച്ചത് വളരെ ആ ബുഷിയായിട്ട് അവിടെ ആ പള്ളം ഏരിയയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓ ഓ ഓ അതിനുശേഷമാണ് ഫോറസ്റ്റുകാരൊക്കെ ഓ ചന്ദ്രേട്ടനൊക്കെ കണ്ണൂര് ആ ആ അവരൊക്കെ ആ കുറെ ആ. സഹായിച്ചിട്ടുണ്ട്. ഓ പിന്നെ അതെ അതെ പൊക്കുടൻ അതെ 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 ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതെ. ചെയ്തിട്ടുണ്ട്. ഓ ഓ ഓ കുറെ വെറൈറ്റീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തു. വളരെ ഒരുപാട് വളരെ നല്ലത്. കുട്ടികളെയൊക്കെ ആ ക്യാമ്പ് ആ, നടത്താറുണ്ട് അവിടെ. ഓ പക്ഷെ 2 വളരെ നല്ലത്. കൊല്ലമായിട്ട് കോവിഡ് നമ്മളെ ആ വല്ലാതെ ഓ ബാധിച്ചിട്ടുണ്ട് വരച്ചു. ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് വളരെ യു ഫോർ ദ വെൽ സന്തോഷം സാറ്. പ്രസന്റേഷൻ. ആ ഓക്കെ സാർ. ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാൻ ഉപകാരപ്രദമായി. താങ്ക് യു ഓക്കെ വെരി ഓക്കെ മച്ച്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. താങ്ക് യു. ശബ്ദം കേട്ടതിൽ നന്ദി. ഡോക്ടർ രഞ്ജൻ പ്ലീസ്. ഓക്കെ. കേൾക്കാവോ ഖലീൽ സാറിന്? രഞ്ജനാണ് സാർ കേൾക്കാം ട്രിവാൻഡ്രത്ത് കേൾക്കാം, നിന്ന്. പറഞ്ഞോളൂ. അല്ല, ഞാൻ ചോദിക്കുന്ന കാര്യം ആ എന്ന് മനസ്സിലായി, നമ്മുടെ WF. ഓക്കെ. അതെ. പറഞ്ഞു. ആ അല്ല, ആ ഇപ്പം സാറിന്റെ പ്രസന്റേഷൻ ഞാൻ ആദ്യം തൊട്ട് കേട്ടതിനടുത്ത് നമ്മളിപ്പം മാംഗ്രോവ്സിന്റെ ആ വാല്യൂസും ഫങ്ഷൻസും സർവീസസും ഒക്കെ നമ്മൾ ഒത്തിരി ഉണ്ട്. അത് നമ്മൾ വളരെ പ്രൊജക്ട് ചെയ്ത് കൺവിൻസിംഗ് ആയിട്ട് സാർ ഇപ്പൊ പ്രസന്റേഷൻ അത് പറഞ്ഞു. വെരി ഗുഡ്. നമുക്കിത് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാച്ചുറൽ മാംഗ്രോവ് എക്കോസിസ്റ്റംസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ അതെ ഇപ്പൊ അതെ അതെ ഒരു അതെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും എന്ത് വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ പോലും അതെ ജനങ്ങൾ വസിക്കുന്ന സ്ഥലമൊക്കെ ഒഴിവാക്കി തണ്ണീർത്തടങ്ങളിൽ അതെ കൂടെയും ചതുപ്പുകളിൽ അതെ കൂടെയും കണ്ടലിൽ കൂടെയൊക്കെ എടുത്തു പോകുന്നതാണ് എളുപ്പം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പലപ്പോഴും വരുന്നത്. അതെ 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 സാറേ, അതെ. നമുക്ക് എന്തെങ്കിലും ഒരു സാറിന്റെ മനസ്സിൽ ഇപ്പൊ ഇത്രയും നാൾ വർക്ക് ചെയ്തതിനകത്ത് ആ ഇതിനെ ഒരു അല്പം വ്യത്യസ്തമായിട്ടൊന്ന് പോർട്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസർവേഷൻ സിഗ്നിഫിക്കൻസ് നമുക്ക് വേറെ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും സാറിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഇത് ഒരു ഇല്ല, വേറൊരു നമുക്ക് ഒരു ചെറിയൊരു നമുക്കിപ്പോ അത് ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായേ മതിയാവുള്ളൂ. നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിൽ 2015 ശ്രീ ബാലകിരൺ കളക്ടർ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു മിഷൻ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നു. മിഷൻ കണ്ണൂർ. അപ്പൊ ആ മിഷൻ കണ്ണൂരിൽ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് ഈ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുണ്ടായിരുന്ന കണ്ടൽക്കാടെല്ലാം അങ്ങ് റിസർവ് ആക്കി മാറ്റി. എന്നിട്ട് ബാക്കിയുള്ളത് പിന്നെ കണ്ണൂർ ജില്ലയില് ഭൂരിഭാഗവും പ്രൈവറ്റ് ആണ്. അതായത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ളത്. അത് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. വാങ്ങാൻ അദ്ദേഹം കുറച്ച് പണം ഉണ്ടായിരുന്നു കയ്യില്. ഇതിനു വേണ്ടി തന്നെ ഗവൺമെന്റ് നീക്കിവെച്ച പണം ഉണ്ടായിരുന്നു. ആ പണം ഉപയോഗിച്ചു. പക്ഷേ പലരും ഇത് കൊടുക്കാൻ തയ്യാറായില്ല. അവർക്കൊക്കെ പേടിയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അല്ലെങ്കിൽ അവർക്ക് പിന്നീട് അത് വിറ്റ് ഇതിനേക്കാൾ വലിയ വില കിട്ടും എന്നൊക്കെയാണ്. എന്നാലും കുറച്ചു പേരെങ്കിലും അങ്ങനെ അങ്ങനെ സംരക്ഷിച്ചിരുന്നു. പിന്നെ അതുപോലെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഈ പയ്യന്നൂർ ഭാഗത്തൊക്കെ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിയിട്ട് അവര് കണ്ണൂർ കണ്ടൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അവരും കുറച്ച് സ്ഥലങ്ങൾ നേരത്തെ വാങ്ങി സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അത് മാത്രം പോരാ. ഒരു ശക്തമായൊരു നടപടി. ഇപ്പോ എന്തെങ്കിലും ഒരു കണ്ടൽ നശിപ്പിക്കുമ്പോൾ നമുക്ക് ആരോട് പറയും? അതിനുള്ള ഒരു പിന്നെ മേലയിൽ നിന്ന് ഒരു നിർദ്ദേശങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്താണ് ഇപ്പൊ ഒരു എത്രയോ ഏക്കർ സ്ഥലം, എന്ന് പറഞ്ഞ ഒരു 4-5 ഏക്കർ സ്ഥലത്തെ കണ്ടൽ നശിപ്പിച്ചായിട്ട് ഞാൻ കണ്ടു ഒരു 2-3 മാസം മുമ്പ്. അത്രയും സ്ഥലങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായിരിക്കും. കൃഷി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കൃഷി ഇതും കൂടി നിലനിർത്തിക്കൊണ്ട് കൃഷി ചെയ്യാം.
പക്ഷെ ഇത് മുഴുവൻ നശിപ്പിച്ചാലേ കൃഷി ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതി പിന്നെ ഒരു കൃത്യമായ നിർദ്ദേശങ്ങളും ഒരു ബോധവൽക്കരണവും മേലെ നിന്ന് താഴോട്ടേക്ക് ഉണ്ടാകേണ്ടിയിരിക്കും. അതിനൊരു പ്രത്യേക ബോഡിയുണ്ട്. ഇപ്പൊ തന്നെ വെറ്റ്ലാൻഡ് അതോറിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി മികച്ചതാവേണ്ടതുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലില് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കി സംരക്ഷണ പ്രവർത്തനം വേണം. പിന്നെ നിയമങ്ങളൊക്കെ ഇപ്പോൾ CR-Z ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആരാണ് നടപടി എടുക്കേണ്ടതിനെ കുറിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു ധാരണയില്ലാത്ത പോലെയാണ് പോകുന്നത്. ആർക്കും ഇതൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് പിന്നെ ശാസ്ത്ര പരിഷത്തൊക്കെ ഇതിനെതിരെ കുറെ ജാഥകളൊക്കെ നടത്തി കുറെ കംപ്ലൈന്റ് ഒക്കെ കളക്ടർക്ക് കൊടുത്തു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ അത് വേണം, ആ രീതി മാറിയിട്ട് ഇതിന് നിയമ നടപടി ഉണ്ടാവുമെന്നും ഇതിന് പിന്നെ എന്താണ് പറയേണ്ടത്, അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെയുള്ള ഒരു ബോധം ഉണ്ടായാലേ പറ്റും. പക്ഷേ അത് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ സാർ പറഞ്ഞ പോലെ റിസർവ് പോലൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അത് ഗുണത്തിനേക്കാൾ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാൽ കണ്ടലൊക്കെ നിൽക്കുന്നത് ഇനിയിപ്പോ ഇത് റിസർവ് ആയി പോയി കഴിഞ്ഞാൽ ഇതാവെന്ന് പറഞ്ഞാൽ അന്നേരം പ്രതികരിക്കാൻ തുടങ്ങുമെന്നുള്ള വിഷയമുണ്ടല്ലോ. അല്ല, അത് വിഷയം, അത് പ്രൈവറ്റ് ആകുമ്പോ പ്രൈവറ്റുകാരോട് പറയുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവര് ചെയ്തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള റവന്യൂ ഭൂമിയിൽ ഇതുള്ളതെല്ലാം റിസർവ് ആക്കി. അതുകൊണ്ട് പ്രശ്നമില്ല, അതൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അത് കണ്ണൂർ ജില്ലയിൽ കുറച്ച് സ്ഥലം ശ്രീ ബാലകിരൺ കളക്ടറായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഈ രണ്ടാമത്തെ കാര്യം ഇവിടെ വന്നു. ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോ ഇങ്ങനെ പൊന്നും വില തന്നു വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ആളുകൾ പേടിച്ചു തുടങ്ങിയപ്പോ ചിലരൊക്കെ അങ്ങ് വെട്ടി. കാരണം ഇനി അടുത്ത ഘട്ടത്തിൽ ഇവർ ചിലപ്പോൾ ഇത് അക്വയർ ചെയ്തേക്കും എന്ന് ആളുകൾ പേടിച്ചു. അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഐശ്വര്യ അത് സ്റ്റോപ്പ് ചെയ്തു. സ്വകാര്യ വ്യക്തികളോട് വാങ്ങുന്ന കാര്യം അങ്ങനെ ഒരു പരസ്യമാക്കാതെ വെച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു നിയമപരം അതിപ്പോ ഒന്നും എപ്പോഴും നമ്മളിങ്ങനെ പറയുന്നതല്ലാതെ അതിന് അത്തരത്തിലുള്ള ഒരു മേലയിൽ നിന്ന് അത്തരത്തിലുള്ള ഇപ്പൊ KFRIയിൽ മുമ്പ് ഒരു വലിയ ഒരു മീറ്റിംഗ് വെച്ചു ഇതിനെ സംബന്ധിച്ച്. അപ്പൊ ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നതാണ്. അപ്പൊ അന്ന് ശ്രീ ജെയിംസ് മാത്യു MLA ഒക്കെ നേതൃത്വത്തിലാണ് നടന്നത്. അന്നിങ്ങനെ ശ്രീ ഈസ പോലെയുള്ള ആളുകളൊക്കെ പങ്കെടുത്തു. അപ്പൊ ഞങ്ങളൊക്കെ അതിന്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. MLAയും അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷേ പിന്നീടൊന്നും അതിനെ കുറിച്ചൊന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെയാണ് ഇതിപ്പോ എല്ലാം. നമ്മളിപ്പോ ഒരു മീറ്റിംഗ് കൂടുന്നു, കൺവെൻഷൻ നടത്തുന്നു, വിടുന്നു എന്നല്ലാതെ ഇതിന് ഒരു ഫീൽഡിലുള്ള ഒരു നടപടിക്രമങ്ങൾ വരുന്ന പ്രായോഗിക തലത്തിലേക്ക് വരുന്നില്ല. അപ്പൊ അതുണ്ടാവാനുള്ള ശ്രമം നമ്മൾ വേണം. അതിന് നമ്മുടെ ബോഡീസ് ഇപ്പൊ നമുക്ക് എന്താ പറയുന്നത്, ഇതിന്റെയൊക്കെ സ്ഥാപനങ്ങൾ നമുക്കിപ്പോ KCSP പോലെയുള്ള ഇതിപ്പോ ധാരാളം പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തന്നെ നമുക്കുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ സർ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സജഷൻസ്? ഹരിനാരായണ സാറേ, സാർ ഇപ്പൊ രഞ്ജൻ സാറ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ഈ പ്രൈവറ്റ് കയ്യിലുള്ള പ്രധാനപ്പെട്ട ഈ കണ്ടൽ മേഖലകൾ തന്നെയാണ്. അപ്പൊ ആ കണ്ടൽ മേഖലകളാണ് എനിക്ക് തോന്നുന്നു കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, ഒരുപക്ഷെ ഞാൻ കാസർഗോഡാണ്, ആനന്ദ് പേക്കർ. അപ്പോ കാസർഗോഡ് ജില്ലകളിൽ ഏറ്റവും കൂടുതലായിട്ട് നശിപ്പിക്കപ്പെടുന്നതും അത്തരം ഏരിയകളിലാണ്. അതിനെതിരെ ഇപ്പോ സാർ പറഞ്ഞ പോലെ ഒരുപാട് നിവേദനങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ആ പഞ്ചായത്ത് മുഖാന്തരം അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഫോറസ്റ്റിനൊക്കെ കൊടുത്തിട്ട് ഒരു വിഭാഗം അങ്ങനെ സംരക്ഷിക്കണമെന്ന് ആലോചിക്കുന്ന വിഭാഗക്കാർ എപ്പോഴും തളർന്നു പോവുകയാണ്. അപ്പൊ ആ തളരുന്നത് പ്രകൃതിയോടുള്ള ഒരു വലിയ മനസ്സുള്ള ആൾക്കാരുടെ ഒരു തളർച്ചയുണ്ട്. ഒരുപക്ഷെ നിയമവ്യവസ്ഥയിലുള്ള പ്രശ്നമാണോ ഈ പിന്നെ അവരെ ഒരു ഭാഗത്ത് ചെയ്യുകയും മറുഭാഗത്ത് ഏകദേശം 150 വർഷം അല്ലെങ്കിൽ അതിലധികം പ്രായമുള്ള അവിസീനിയ അടക്കം ഒറ്റ നിമിഷം കൊണ്ട് പോവുകയാണ്. JCB അടക്കം എടുത്തുകൊണ്ട് ഇതിനിടയിൽ ഏകദേശം ഒരു 400-500 മീറ്റർ നീളമുള്ള ഒറ്റ സ്ഥലം ഒറ്റ ദിവസം കൊണ്ട് നിരപ്പാക്കിയിട്ട് മണ്ണ് കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നിരപ്പാക്കി ഈ സസ്യം കാണാതിരിക്കാൻ. അപ്പൊ ആ തരത്തിൽ പോലും എത്തുന്ന വിധത്തിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്നുണ്ട്. എവിടെയോ പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിലുള്ള ഈ കണ്ടൽ കാര്യങ്ങൾ അത് നമുക്ക് എങ്ങനെയും ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. രഞ്ജൻ സാർ പറഞ്ഞാണ് ഏറ്റവും വലിയ വിഷമമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഉണ്ടായേ മതിയാവും എന്നാണ് ഒരു സാധാരണക്കാരന്റെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ലക്ഷ്യം സർ. തീർച്ചയായിട്ടും അത് നമ്മൾ ആലോചിക്കേണ്ട വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.
ഇതിപ്പോ ഈ മാനസികമായിട്ടുള്ള വേദനകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചു കാലമായി ക്രമേണ നമ്മൾ വരവിപ്പ് വന്ന് ഇനി എന്തോ ആയിക്കോട്ടെ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഇതിന്റെ ഇതുണ്ടാകുന്നത്. ആദ്യം നമുക്ക് ഉറക്ക് വരാത്ത വരും, ഉറക്ക് പോലും വരാത്ത അവസ്ഥയുണ്ടാവും. ഇതൊക്കെ കുറെ കണ്ടതാണ്. നമ്മളിപ്പോ വളപട്ടണം പുഴയോരത്ത് പിന്നെ കണ്ടല് പുറത്ത് കാണും, ഉള്ളില് ഓടിക്കും. നമ്മൾ ആർക്കാ കൊടുക്കേണ്ടത്? കളക്ടർക്ക് നിവേദനം കൊടുക്കും, വേണ്ടപ്പെട്ടവർക്ക് നിവേദനം കൊടുക്കും. പക്ഷെ ഇതിലൊക്കെ പിന്നിൽ ഏതെങ്കിലും ഒരു വലിയ ശക്തമായ ലോബികളൊക്കെ ഉണ്ടായേക്കാം. അപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മാറണം. അത് മാറാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ തന്നെ, എനിക്ക് തോന്നുന്നു അതിലാരാണോ അതിൽ ഇടപെടേണ്ട അവരോടൊക്കെ, കാരണം ഇതെല്ലാം നമ്മുടെ ഈ ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ഇടപെടേണ്ടവരോട് ഇടപെട്ടുകൊണ്ട് അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്പർ 1. ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇതിനു വേണ്ടിയിട്ട് ശക്തമായ ഒരു നടപടി എടുക്കാൻ പിന്നെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇതൊക്കെ വിജയിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? അതർവൈസ് വി വിൽ വൈൻഡ് അപ്പ്. ഓക്കെ, വളരെ എനിക്ക് തോന്നുന്നു ഈ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഡോക്ടർ ഖലീൽ സാറ് വളരെ വ്യക്തമായിട്ട് എന്താണ് കണ്ടൽ എന്നും കണ്ടലിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ അസോസിയേറ്റഡ് ബേർഡ്സ് അതുപോലെ അതിന്റെ ഉപയോഗവും എല്ലാം പറഞ്ഞു. അതോടൊപ്പം തന്നെ കൺസർവേഷൻ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റൈസ് ചെയ്തു. നമുക്കറിയാം ഒരുപാട് പ്രോജക്ട്സ് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ 2 ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട്. 2 മേജർ പ്രോജക്ട്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ MOEF-ന്റെ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഒന്ന് നോർത്തേൺ കേരളയുടെ കണ്ടൽ സംരക്ഷണവും മറ്റൊന്ന് സദേൺ കേരളയിലെ കണ്ടൽ സംരക്ഷണവും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം റേസ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ണൂരിലെ ഈ ഒരു കോൺഫ്ലിക്റ്റ്, 2 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ 3 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അതിനകത്തുണ്ട്. ഒരു സ്ഥലത്ത് കണ്ടൽ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കണ്ടൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ കൃഷിയോ അല്ലെങ്കിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് കഴിഞ്ഞ സ്റ്റേറ്റ് ലെവൽ എൻക്വയറി കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും പരിഹാരം കാണുവാൻ, എന്താ പറഞ്ഞതുപോലുള്ള സ്വകാര്യ മേഖലയിലെ കണ്ടൽക്കാരനെ കുറിച്ചും ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ട്, കാരണം അത് CRZ അടക്കമുള്ള പ്രദേശത്ത് നിന്ന് കണ്ടലിനുള്ള ബഫർ ഇപ്പോൾ എടുത്തു കളയാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത് ഒരുപക്ഷെ കേരളത്തെ കൂടുതൽ ദോഷകരമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് അത് ഇനി മുമ്പായിട്ട് എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് കഴിഞ്ഞ SLECയിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വളരെ മനോഹരമായിട്ട് ഈ ഒരു പ്രസന്റേഷൻ നടത്തിയ ഖലീൽ സാറിന് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും NV സെന്ററിനെയും ഒപ്പം മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിനെയും പേരുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രമുഖ വ്യക്തികൾ ഒരുപാട്, ഡോക്ടർ രഞ്ജൻ ആയാലും പ്രൊഫസർ ഗോപിനാഥ്, അതുപോലെ ISRO നിന്ന് ഡോക്ടർ ഗണേഷ് രാജ്, പിന്നെ മറ്റു സ്ഥാപനങ്ങളിലെ പ്രമുഖർ, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിലിൽ തന്നെ സഹപ്രവർത്തകർ എല്ലാവരും ഈ വെബിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൗൺസിലിന്റെ പേരിലും NV സബിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ സിന്ധു സി ഉണ്ണിയെ ക്ഷണിക്കുന്നു. ഡോക്ടർ സിന്ധു, പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ. അന്താരാഷ്ട്ര കണ്ടൽ ദിനത്തോടനുബന്ധിച്ച ഒരു വെബിനാറാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകിയ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ KP സുധീർ സാറിനും മെമ്പർ സെക്രട്ടറി ഡോക്ടർ S പ്രദീപ് കുമാർ സാറിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തി ഇവിടെ കണ്ടൽ കാടുകളെ കുറിച്ച് ഏറ്റവും മികച്ച പ്രഭാഷണം നടത്തിയ ശ്രീ ഖലീൽ ചൊവ്വ സാറിന് ഞാൻ എന്റെ പേരിലും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പേരിലും NV ഹബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഇതോടനുബന്ധിച്ച സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും ഞാൻ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.